ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തറാവീഹ് നിസ്കാരത്തിന്റെ വിഷയത്തില് സമീപകാലം മുതൽക്ക് ചില ആളുകൾ പരിഷ്കരിച്ച് പലതും പറയുന്നത് നമ്മൾ കാണാറുണ്ട്. തറാവീഹ് നിസ്കാരം ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഈ തറാവീഹ് നിസ്കാരം ഫർളാകുമോ എന്ന് നബി തങ്ങൾ ഭയന്നിട്ടുണ്ട്. സ്വഹീഹുൽ ബുഖാരിയിലൊക്കെ ഹദീസ് കാണാം, ഫർളാകും. അത്രത്തോളം സ്വഹാബികൾ ഇടിച്ച് കയറാണ് തറാവീഹ് നിസ്കരിക്കാനുള്ളതായ ആഗ്രഹം കൊണ്ട്. അങ്ങനെ ഒരു നിസ്കാരം ഇങ്ങനെ സ്വഹാബികൾ വന്ന് നിസ്കരിക്കുന്ന കണ്ടപ്പോ ഒരു പക്ഷേ ഇത് ഫർളായി പോയാലോ എന്ന് ഭയന്നത് കൊണ്ട് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 8 റക്അത്ത് പള്ളിയിൽ നിസ്കരിച്ചിട്ട് ബാക്കി വീട്ടിൽ പോയി പൂർത്തീകരിക്കാൻ ചെയ്തത്. സ്വഹാബികൾ പള്ളിയിൽ നിസ്കരിച്ചു തീർത്തു. നബി തങ്ങളുടെ സാന്നിധ്യത്തോടുകൂടെ ആ 20 നിരന്തരം പതിവായിരുന്നുവെങ്കിൽ അവിടെ അത് ഫർളാകുമോ എന്ന വഹയിന്റെ രഹസ്യം മനസ്സിലാക്കി. നബി തങ്ങൾക്കെല്ലാം അറിയോ വഹയിന്റെ രഹസ്യം? അള്ളാഹുവിൽ നിന്നും വഹി അനുഭവിച്ചത് കൊണ്ട് അതിന്റെ ലക്ഷണങ്ങളൊക്കെ പെട്ടെന്ന് അങ്ങനെ ഫർളാകുമോ എന്ന് ഭയന്ന പല സന്ദർഭങ്ങളുണ്ട്. ഉദാഹരണം, എന്റെ സമുദായത്തിന് എല്ലാ നിസ്കാരത്തിനും പല്ല് തേക്കൽ ബുദ്ധിമുട്ടായില്ലായിരുന്നുവെങ്കിൽ അത് ഫർളാകും എന്ന് പ്രതീക്ഷിച്ചിരുന്നു പുണ്യനബി. നിർബന്ധമാക്കുമായിരുന്നു. നമുക്ക് ബുദ്ധിമുട്ടാകുന്നുള്ള ഒറ്റ പേടി കൊണ്ട് മാത്രമാണ് അത് ഫർളാക്കാൻ. അങ്ങനെ ചില അമലുകളെ ഫർദിനോട് ചേർത്ത് വെച്ചിട്ടുണ്ട്. അത്രയും കൂലി കൂടുതലുള്ള അമലാണ് തറാവീഹ് നിസ്കാരം. ഇങ്ങനെ എല്ലാ സ്വഹാബികളും ആഘോഷിക്കാണ് തറാവീഹ് നിസ്കാരം. എല്ലാവരും പള്ളിയിൽ സജീവം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യത്തിൽ ഇതുപോലെ സ്വഹാബത്തിന്റെ പങ്കാളിത്തമുള്ളപ്പോ സ്വാഭാവികമായും ആ നിസ്കാരം ഫർളാണെന്ന് പ്രഖ്യാപിക്കുമോ എന്ന് ഭയന്നപ്പോ നബി തങ്ങൾ 8 പള്ളിയിൽ നിസ്കരിച്ചു, 3 വീട്ടിൽ പോയി നിസ്കരിച്ചു. 3 അല്ല, ബാക്കി വീട്ടിൽ നിസ്കരിച്ചു. മഅൽ വിത്രി 3 റക്അത്ത് വിത്റും കൂടി 23 നിസ്കരിച്ചു. അങ്ങനെ തറാവീഹ് നിസ്കാരത്തിൽ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിലപാട് അങ്ങനെയായിരുന്നു എന്ന് സ്വഹാബികൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നിട്ടോ ആ കാലം വഹയിന്റെ ഇടപെടൽ കൊണ്ട് അമല് നിർബന്ധമാകുന്ന കാലം കഴിഞ്ഞപ്പോ, അതായത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം കഴിഞ്ഞപ്പോ സ്വഹാബികൾ ഇനി അതൊരു വഹി വന്നുകൊണ്ട് നിർബന്ധമാണെന്ന് പറയൂലല്ലോ. എന്തുകൊണ്ട്? നബി തങ്ങൾ വഫാത്തായി. അപ്പൊ സ്വഹാബികൾ അത് പള്ളിയിൽ 20 തന്നെ പൂർത്തീകരിച്ചു, 3 വിത്റും നിസ്കരിച്ചു. അങ്ങനെയാണ് ഹദീസിലുള്ളത്. അല്ലാതെ നബി 8 നിസ്കരിച്ചു എന്ന് പറഞ്ഞാൽ 8 നിസ്കരിച്ചിട്ടുണ്ട്, ശേഷം അവിടെ നിന്ന് ബാക്കി 12 നിസ്കരിച്ചിട്ടുണ്ട്. അങ്ങനെ ആ നിസ്കാരത്തിന്റെ റക്അത്തുകളിൽ പല റിവായത്തുകൾ ഉണ്ടതായാലും നബി തങ്ങൾ വീട്ടിൽ പോയി ബാക്കി പൂർത്തീകരിച്ചു എന്നുള്ളതാണ്. ഞാൻ അത് സംബന്ധമായിട്ട് കുറച്ച് ഹദീസ് പറയാം. ഇമാം ബൈഹഖി അവിടുത്തെ സുനനുൽ കുബ്രയിൽ കൃത്യമായി ഓർത്തിരിക്കണേ, ഈ നോമ്പ് തുറന്നപ്പോ ഒരു 2 പത്തിരിയും ഒരു 3 സമൂസയും കൂടുതൽ കഴിച്ചാൽ നമ്മുടെ മദ്ഹബ് പിന്നെ പറയുന്നത് 8 ആയാലും കുഴപ്പമില്ല, ഉറക്കം വരണ്ട് എന്നുള്ളതാണ്. 8 ആയാലും എന്നാ കുഴപ്പം, അവർക്ക് 8 നിസ്കരിക്കും, അവരെന്തേലും കാണിച്ചോട്ടെ, അള്ളാഹു നന്നാക്കട്ടെ, എല്ലാരും അള്ളാഹു നന്നാക്കട്ടെ. എന്തിനാണ് ഈ അമൽ ഇങ്ങനെ കുറയ്ക്കുന്നത്? അമൽ കുറയ്ക്കും. ഇത്രയും ദിവസം ഷാബാനിലും റജബിലൊക്കെ നോമ്പില്ല, ഇത് വെറുതെ ഉണ്ടാക്കി പറയുന്നതാണ്. അങ്ങനെ ഒരു നോമ്പില്ല, ബറാഅത്ത് രാവിലെ അങ്ങനെയായിരുന്നു. എന്തിനാണ് ഈ അമൽ കുറയ്ക്കുന്നത്? ഇല്ല എന്ന് പറയുന്നതൊക്കെ അവർക്കറിയില്ല എന്നത് ഇല്ല എന്നാണ്. ഇപ്പൊ എന്നോട് ഇദ്ദേഹം ചോദിക്കാണ്, ഇന്നലെ വൈകുന്നേരം ഫലസ്തീനിൽ ഉണ്ടായ സംഭവങ്ങളെ കുറിച്ച് എന്നോട് ചോദിച്ച, ഒരു പക്ഷേ ഞാൻ ഇന്ന് പത്രം വായിച്ചത് ഒരു പക്ഷെ പറയാം, നേരെ മറിച്ച് ഞാനത് കണ്ടിട്ടില്ല, ഞാൻ അവിടെ പോയിട്ടില്ല, അതുകൊണ്ട് അങ്ങനെ സംഭവമില്ല എന്നല്ല അതിനർത്ഥം. ഞാൻ കാണാത്തതും ഞാൻ അറിയാത്തതും ഒന്നും ഇല്ല എന്നല്ല. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. തറാവീഹ് നിസ്കാരത്തെ ചുരുക്കി ഹദീസ് ഇമാം ബൈഹഖിയുടെ സുനനുൽ കുബ്ര ആ ഗ്രന്ഥത്തിൽ കാണാം. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ഫീ ശഹ്രി റമളാന ഫീ ഗൈരി ജമാഅത്തിൻ ബി20 റക്അത്തൻ വൽ വിത്റാ. ജമാഅത്തിൽ പങ്കെടുക്കാതെ മാറി നിന്ന് റസൂലുള്ളാഹി നിസ്കരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? ഇത് ഫർളാകുമോ എന്ന് ഭയന്നതുകൊണ്ടാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ റമളാനിൽ ജമാഅത്ത് കൂടാതെ തറാവീഹ് നിസ്കരിച്ചിരുന്നത് 20 റക്അത്താണ്. അതിന് പുറമേ വൽ വിത്റാ, വിത്ർ നിസ്കരിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് 20 പുറമേ വിത്ർ നിസ്കരിച്ചിട്ടുണ്ട്. ബൈഹഖി ഇമാം അവിടുത്തെ സുനനുൽ കുബ്രയിൽ ഈ ഹദീസ് പറയുന്നു.
മറ്റൊരു ഹദീസ് കേട്ടോ, ഇമാം ബൈഹഖിയുടെ തന്നെ സുനനുൽ കുബ്രയാണ്. അനിസ്സായിബ് ഇബ്നു യസീദ് ഖാല കാനു അരാ സായിബ് ബദറിൽ പങ്കെടുത്ത സ്വഹാബിയാണ്. റസൂലുള്ളാഹിയുടെ പ്രധാനപ്പെട്ട സ്വഹാബിയാണ് സായിബ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ പറയാണ്, കാനു യഖൂമുന അലാ അഹദി ഉമർ ഇബ്നുൽ ഖത്താബ് ഫീ ശഹ്രി റമളാൻ ബ20 റകഅത്തൻ. സായിബ് ഇബ്നു യസീദ് തങ്ങൾ പറയാണ്, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം വന്നപ്പോ അന്ന് സ്വഹാബികൾ തറാവീഹ് നിസ്കാരം നിർവഹിച്ചിരുന്നത്, ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കാലഘട്ടത്തിൽ നിസ്കരിച്ചിരുന്നത്, റമളാൻ മാസത്തിൽ അവർ നിസ്കരിച്ചിരുന്നത് ഫീ ശഹ്രി റമളാൻ ബ20 റകഅ. എത്രയാ? 20. നിങ്ങളൊക്കെ എക്സ് ഗൾഫുകാരല്ലോ എന്ന് പറഞ്ഞ 20 എത്രയാ? 8 എന്നാണോ? അല്ല, 20 റകഅത്ത് നിസ്കരിച്ചു എന്ന് ആ ജമാഅത്തിൽ പങ്കെടുത്ത ഉമർ ഇബ്നുൽ ഖത്താബ് ഇമാമായി നിശ്ചയിച്ച സ്വഹാബിയുടെ പിന്നിൽ നിന്ന് നിസ്കരിച്ച സ്വഹാബിയായ സായിബ് ഇബ്നു യസീദ പറയുന്നത് റളിയല്ലാഹു അൻഹു, അന്ന് സ്വഹാബികൾ 20 നിസ്കരിച്ചിരുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, 1,00,000-ലധികം സ്വഹാബികളാണ് ജീവിച്ചിരുന്നത്. വലം യുൻകിറ അഹദുൻ അലൈ, ഒരാൾ പോലും ഉമറിനെതിരെ ആക്ഷേപം പറഞ്ഞിട്ടില്ല. 1,00,000 സ്വഹാബികളാ അന്ന് ജീവിച്ചിരുന്നത്. ഒരു സ്വഹാബി പോലും എന്തേ ഉമറേ ഈ 20 റസൂലുള്ളാഹി പള്ളിയിൽ 8 നിസ്കരിച്ചിട്ട് ബാക്കി വീട്ടിൽ പോയി നിസ്കരിച്ചിട്ട് അതുകൊണ്ട് 8 മതി എന്ന് ഉമറിനോട് പറഞ്ഞിട്ടില്ല. ആദ്യം പറഞ്ഞു നബി തങ്ങൾ 20 നിസ്കരിച്ചിട്ടുണ്ടെന്ന് സ്വഹാബി പറഞ്ഞു. രണ്ടാമത് പറഞ്ഞു ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കാലം വന്നപ്പോൾ അത് ജനകീയമായി. അന്ന് നബി തങ്ങൾ നിർത്തിയത് വഹി വന്ന് നിർബന്ധമാകുമെന്ന് പറയുന്നത് കൊണ്ട്, അപ്പൊ നബി തങ്ങൾ ഇല്ലാത്തൊരു കാലത്ത് എന്തായാലും വഹിയും വരൂല, അത് നിർബന്ധമാവൂല. അപ്പൊ ഉറപ്പായിട്ടും ആ പഴയ സിസ്റ്റത്തിലേക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് കൊണ്ടുവന്നു. അലൈക്കും ബിസുന്നത്തി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ എന്ന് പുണ്യ നബി എന്റെ സുന്നത്തുകളെ നിങ്ങൾ മുറുകെ പിടിക്കണം, അതുപോലെ തന്നെ ഖുലഫാഉർ റാഷിദീങ്ങൾ കൊണ്ടുവന്നതിനെയും മുറുകെ പിടിക്കണം. ഖുലഫാഉർ റാഷിദീങ്ങൾ കൊണ്ടുവന്നതിനനുസരിച്ചേ പറ്റൂന്നാ പറഞ്ഞത്. ഖുലഫാഉർ റാഷിദീങ്ങൾ കൊണ്ടുവന്നതാണ് മുസഹഫിന്റെ ഗ്രന്ഥരൂപം. ഖുലഫാഉർ റാഷിദീങ്ങൾ കൊണ്ടുവന്നതാണ് ജുമുഅ ദിവസത്തില് ളുഹറിന്റെ നേരത്തെ ഇപ്പൊ നടക്കുന്ന ഒരു വാങ്കുണ്ട്, അത് ഖുലഫാഉർ റാഷിദീങ്ങൾ കൊണ്ടുവന്നതാണ്. അങ്ങനെ പലതും അവർ കൊണ്ടുവന്ന് നമ്മൾ അനുസരിച്ചു പോരുന്നുവെങ്കിൽ തറാവീഹ് നിസ്കാരത്തിന്റെ ജമാഅത്തിനെ 20 റകഅത്തായി പള്ളിയിൽ റസൂലുള്ളാഹിയുടെ കാലഘട്ടത്തിൽ തുടക്കത്തിൽ ഉണ്ടായത്, പിന്നെ അവിടെ അങ്ങോട്ട് നിർത്തിയിട്ട് അത് നിർബന്ധമാകുമോ എന്ന് ഭയന്നതിന്റെ പേരിൽ റസൂലുള്ളാഹി നിർത്തിയത്. പിന്നീട് അവിടുത്തെ കാലശേഷം ഉമർ ഇബ്നുൽ ഖത്താബ് തുടങ്ങിയത് ബിദ്അത്തല്ല. അന്ന് ഇനി ഏതായാലും വഹി വരൂല, നിർബന്ധമാകൂല, അതിന്റെ പേരിൽ ഉറപ്പിക്കാം ഇത് 20 തന്നെ നമുക്ക് സുന്നത്തായി തന്നെ പരസ്യമായി നിസ്കരിക്കാം. അങ്ങനെ നിസ്കരിച്ചു കൊടുത്തു കൂടിയ സ്വഹാബിയാണ് സായിബ് ഇബ്നു യസീദ്. ഹദീസ് ഇമാം ബൈഹഖിയുടെ സുനനുൽ കുബ്രയിൽ പിന്നെയും കാണാം. ഇനി കേട്ടോളൂ മറ്റൊരു ഹദീസ്. ഇമാം ഇബ്നു അബി ശൈബ അവിടുത്തെ മുസന്നഫിൽ രേഖപ്പെടുത്തുന്നു. ആരാ? ഇബ്നു അബി ശൈബ ഇമാം ബുഖാരിയുടെ ഉസ്താദ. മഹാനവറുകൾ പറയുകയാണ്, അനിൽ ഹാരിസ്, മഹാനായ സ്വഹാബി ഹാരിസ് റളിയല്ലാഹു അൻഹു. ആരാ ഹാരിസ്? ആ മഹാൻ ബദറിൽ പങ്കെടുത്ത സ്വഹാബിയാണ്. മഹാനായ ഹാരിസ് റളിയല്ലാഹു അൻഹു കാന യഉമ്മുൻ നാസ ഫീ റമളാന ബില്ലൈൽ. മഹാനവറുകൾ റമളാൻ മാസത്തിൽ ജനങ്ങൾക്ക് ഇമാമായി തറാവീഹ് നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുമ്പോ അന്ന് നിസ്കരിച്ച റകഅത്ത് 20 റകഅ. എത്രയാ? 20 റകഅത്താണ് മഹാനായ ഹാരിസ് എന്നവര് ഇമാമായി നിസ്കരിക്കുമ്പോൾ സ്വഹാബികൾ പിന്നിൽ നിന്ന് നിസ്കരിച്ചത് 20 റകഅത്ത്. ഹദീസ് എവിടെ ഉണ്ട്? മഹാനായ ഇമാം ഇബ്നു അബി ശൈബയുടെ മുസന്നഫിൽ കാണാം. വയൂതിറു ബിസലാസ്, 20 കഴിഞ്ഞിട്ടാണ് പിന്നെ 3 റകഅത്ത് വിത്ർ നിസ്കരിച്ചത്. വയഖ്നുതു ഖബ്ല റുകൂഇ, അവസാനത്തെ 15 വന്നപ്പോ റുകൂഇനോട് അടുപ്പിച്ച് ഖുനൂത്ത് മോദിയിട്ടുണ്ടേ. അപ്പൊ അതുമായി എപ്പോ? അവസാനത്തെ 15. ആദ്യം പറഞ്ഞത് 20 റകഅത്ത് തറാവീഹ് നിസ്കരിച്ചു, പിന്നെ വയൂതിറു ബിസലാസ് 3 റകഅത്ത് വിത്ർ നിസ്കരിച്ചു. വിത്ർ നിസ്കരിച്ചപ്പോൾ അവസാനത്തെ റകഅത്തിൽ റുകൂഇനോട് ചേർന്ന് തന്നെ എന്തുണ്ടായിട്ടുണ്ട്? ഖുനൂത്തുണ്ടായിട്ടുണ്ട്.
ഖുനൂത്ത് ഉണ്ടായിട്ടുണ്ട്. ഹബീബായ നബി തങ്ങൾ ഖുനൂത്ത് ഓതിയിട്ടുമുണ്ട്, ചില സന്ദർഭത്തിൽ ഓതാത്തതുമുണ്ട്. ഇസ്ലാമിക കർമ്മശാസ്ത്രം ക്രോഡീകരിച്ചപ്പോൾ ഇമാമുന ശാഫിഈ ഖുനൂത്ത് ഓതിയ സന്ദർഭങ്ങളെ മുഴുവനും ആ ക്രമത്തിൽ വന്ന അമലുകളെ ശാഫിഈ മദ്ഹബിലേക്ക് ചേർത്തുകൊണ്ട് ഫിഖ്ഹിന്റെ നിയമങ്ങൾ അങ്ങനെ ക്രോഡീകരിച്ചു. റസൂലുള്ളാഹി ഖുനൂത്ത് ഓതാത്ത സന്ദർഭങ്ങളെ ആ വഴിക്ക് വന്ന അമലുകളുടെ ക്രോഡീകരണത്തിൽ അബൂ ഹനീഫത്തുൽ കൂഫി ഖുനൂത്ത് ഒഴിവാക്കിയും ക്രോഡീകരിച്ചു. രണ്ടുണ്ട്. ഇവിടുന്ന് പകുതി എടുത്തു, അവിടുന്ന് പകുതി എടുത്തിട്ടൊരു മദ്ഹബ് ഇല്ല. ഒന്നുകിൽ ഇതില് പോകുന്ന ആളാണെങ്കിൽ ഫുള്ള് ഖുനൂത്തില്ലാതെ പോകുന്ന മദ്ഹബിലാണ് എങ്കിൽ ആ ക്രോഡീകരണത്തിന്റെ അമലിലാണെങ്കിൽ അതിൻ്റെതായ നിബന്ധനകളിൽ തന്നെ നിസ്കരിക്കണം. ഇത് ഇവിടുത്തെ നിബന്ധന എടുത്തിട്ട് അവിടെ പോയി രണ്ടും കൂടി നടക്കൂല. ഇപ്പൊ ഒരു വർക്ക്ഷോപ്പിൽ ചെന്നപ്പോ ആ വർക്ക്ഷോപ്പില് യമഹയുടെ വാഹനം നന്നാക്കാൻ കൊണ്ടുവന്നപ്പോ അതിന്റെ തലയും വാലും ഒക്കെ യമഹയുടേതും ബാക്കി അതിന്റെ ഉടലിന്റെ നടുഭാഗം ഹീറോണ്ടയുടെയും വെച്ച് കഴിഞ്ഞാൽ നടക്കുമോ? അത് രണ്ടും ശരിയായി കൊള്ളുന്നില്ല. ചില ആളുകൾക്ക് മദ്ഹബില്ല, അവർക്ക് അത് ഇതൊക്കെ എടുക്കുക, എല്ലാം കൂടിയാവും. എന്തേ മദ്ഹബില്ല, നമ്മൾ ഹദീസ് നോക്കിയാണ് ജീവിക്കണം. ഹദീസ് നോക്കി ജീവിച്ചോണ്ട് ഇപ്പൊ ഈ പറഞ്ഞ ഹദീസാണെന്ന് ഇപ്പൊ എങ്ങനെ ഉറപ്പിക്കാം? ഇപ്പൊ അങ്ങനെ ചെയ്യാൻ നിന്ന് ഒന്നുമില്ലേ. ഹദീസാണെന്ന് ബോധ്യപ്പെട്ടത് മദ്ഹബും മഹാന്മാരായ സ്വഹാബികളുടെ ഇജ്മാഅൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് അത് ഹദീസാണെന്ന് ബോധ്യപ്പെട്ടത്. ഹദീസാണെന്ന് ഹദീസ് അനുസരിച്ച് ജീവിക്കാൻ അവർ തീരുമാനിച്ച്. ഹദീസ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്താണല്ലോ ഹദീസ്. ഇമാം ബുഖാരി മദ്ഹബുകാരനാണ്. മുപ്പര പറ്റൂല, മുപ്പര മദ്ഹബും പറ്റില്ല. അപ്പൊ മുപ്പരുണ്ടാക്കിയ കൊണ്ടുവന്ന ഹദീസ് പറ്റൂ. അപ്പൊ ഏതായാലും നമ്മൾ ഈ ചെയ്തു പോരുന്നതിലൊക്കെ പുതിയത് പറഞ്ഞു വരുന്നതിൽ ഒരുപാട് അബദ്ധങ്ങളുണ്ട്. അവരെ അള്ളാഹു നന്നാക്കട്ടെ. ഏതായാലും അതിലൊന്നും പോയി പെടേണ്ടതില്ല. ഇതൊന്നും കാണാതെയല്ല ഈ കണ്ട കാലം മുഴുവൻ നമ്മുടെ ഉലമാ ദീൻ പറഞ്ഞു തന്നത്. ഈ പുതിയതുമായി വന്നവരിൽ പിശാചിന്റെ ഒരുപാട് ശ്രമങ്ങളുണ്ട്. ഏതായാലും പരിശുദ്ധ റമദാൻ വരുന്നത് നിസ്കാരത്തിന്റെ വലിയ സന്ദേശം പറഞ്ഞുകൊണ്ട് ഒരുപാട് നിസ്കരിപ്പിക്കുന്നുണ്ട് നമ്മളെ കൊണ്ട്. ശരീരം കൊണ്ട് ചെയ്യുന്ന ഏറ്റവും വലിയ ആരാധനയായ നിസ്കാരത്തെ ഒരുപാട് ചെയ്യിക്കുന്നുണ്ട് നമ്മളെ കൊണ്ട്. കേട്ടോളൂ, പരിശുദ്ധ റമദാനിന്റെ നിസ്കാരത്തിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. പരിശുദ്ധ റമദാനിന്റെ പ്രത്യേകിച്ച് രാത്രിയിലെ നിസ്കാരത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ഒരു ഹദീസ് കേട്ടോളൂ. അഹ്മദ് സമർകന്ദി പറയുന്ന ഒരു ഹദീസാണ്. മഹാനായ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അള്ളാഹുവിന്റെ അർശിന്റെ പരിസരത്ത് പ്രകാശം നിറഞ്ഞ ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്തിന് പറയുന്നത് ഹലീറത്തുൽ ഖുദ്സ് എന്നാണ്. ഹലീറത്തുൽ ഖുദ്സ് അത് മുഴുവനും പ്രകാശ. അള്ളാഹുവിന്റെ അർശിന്റെ താഴെ ഒരു പ്രത്യേകമായ ഒരു ഭാഗമാണ് ഹലീറത്തുൽ ഖുദ്സ്. അവിടെ കുറെ മലക്കുകളുണ്ട്. ലാ യുഹ്സി അദദഹും ഇല്ലല്ലാഹ്. എത്ര മലക്കാണ് അവിടെ ഉള്ളതെന്ന് അള്ളാഹുവിന് മാത്രമേ എണ്ണം അറിയൂ. അത്രയും മലക്കുകൾ ഹലീറത്തുൽ ഖുദ്സിലുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അർശിന്റെ ഒരു പ്രത്യേകമായ ഭാഗത്ത് ആ പ്രകാശം നിറഞ്ഞു നിൽക്കുന്ന ഹലീറത്തുൽ ഖുദ്സിൽ എണ്ണമറ്റ മലക്കുകളുണ്ട്. യഅ്ബുദൂനല്ലാഹ ഇബാദത്തൻ ലാ യഫ്തറൂന സഅ. ഒരു നിമിഷം പോലും തളർച്ചയില്ലാതെ അവർ അവിടെ നിരന്തരം ഇബാദത്ത് ചെയ്യുന്ന മലക്കുകളാണ്. ആ മലക്കുകൾ ഫൈദാ കാന ലയാലി ശഹ്രി റമദാന ഇസ്തഅ്ദനു റബ്ബഹും അൻ യൻസിലു ഇലൽ അർളി. റമദാന്റെ രാവ് ആകുമ്പോൾ ഒരു തളർച്ചയുമില്ലാതെ ഇതുവരെ ഇബാദത്ത് ചെയ്ത മലക്കുകൾ റമദാന്റെ രാത്രിയാകുമ്പോൾ അള്ളാഹുവോട് അനുവാദം ചോദിക്കും, പടച്ച റബ്ബേ, ഭൂമിയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഞങ്ങൾക്ക് അനുവാദം തരുമോ? അള്ളാഹു അനുവാദം കൊടുക്കും. എന്തിനാണ് ഭൂമിയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതെന്നറിയുമോ? ഫയുസല്ലൂന മഅ ബനീ ആദമ. ആദം സന്തതികൾ ഭൂമിയിൽ നിസ്കരിക്കുന്നുണ്ട്. ഭൂമിയിലെ നിസ്കാരക്കാരായ മനുഷ്യരുടെ കൂടെ ഒന്ന് നിസ്കരിക്കാൻ നീ ഞങ്ങളെ ഒന്ന് പറഞ്ഞയക്കുമോ അല്ലാഹ്? കൊതിയായിട്ടാണ് അവരുടെ കൂടെ നിസ്കരിക്കാൻ. അള്ളാഹു അനുവാദം കൊടുക്കും. ഫയൻസിലൂന കുല്ല ലൈലത്തിൻ ഇലൽ അർദ്. അങ്ങനെ റമദാനിന്റെ എല്ലാ രാത്രിയിലും ഈ മലക്കുകൾ ഇറങ്ങി വരുന്നുണ്ട്. നിസ്കാരം വേണം സഹോദര, നിസ്കാരം വേണം സഹോദരി. റമദാനിന്റെ എല്ലാ രാത്രിയിലും ഈ മലക്കുകൾ ഇറങ്ങി വരും. അങ്ങനെ ആ മലക്ക് വന്നുകൊണ്ട് നമ്മുടെ കൂടെ നിസ്കരിക്കുന്നുണ്ട്. ഇത് റമദാനിന്റെ രാത്രിയിലെ മാത്രം പ്രത്യേകതയാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച 20 റക്അത്തിന്റെ ആ നിർവഹണത്തിലാണ് നമ്മൾ ഉള്ളത് എങ്കിൽ ആ മലക്കിന് എന്തൊരു ഇഷ്ടമായിരിക്കും. സ്വഹാബികൾ അത് അടിവരയിടുന്നോടത്താണ് നമ്മളുടെ നിലപാട് എങ്കിൽ മലക്കിന് എത്ര ഇഷ്ടമായിരിക്കും.
നമ്മുടെ തറാവീഹ് നിസ്കാരത്തിൽ മലക്ക് കൂടെ നിസ്കരിച്ചു എന്ന ഭാഗ്യം അല്ലാഹു നാളെ നമുക്ക് രേഖപ്പെടുത്തി കാണിച്ചു തരട്ടെ. അല്ലാഹു അത് അനുഭവിക്കാൻ ഭാഗ്യം തരട്ടെ. അങ്ങനെ മലക്ക് ചേർന്ന് നിന്ന് നിസ്കരിക്കുമെന്നല്ലേ പറഞ്ഞത്. മലക്കുകളുടെ പ്രത്യേകത, അവർ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ വിടവിടാതെ നിസ്കരിക്കുന്ന, വിടവുണ്ടാവില്ല അവരുടെ സഫിന്, വിടവുണ്ടാവില്ല. വിടവുള്ള സഫ ആരുടെ സഫ? അത് മറ്റേ സഫാണ്. ആരുടെ? ഈ മൂപ്പര് എത്ര കൂട്ടിപ്പിടിച്ചാലും വിടവ് വരും. അത് മൂപ്പര് പ്രശ്നമാണ്. മൂപ്പര് ചില പാത്രം ഉണ്ടല്ലോ, നമ്മൾ എത്ര അടുപ്പിട്ടാലും ശരിയാവൂല. അത് പിന്നെ ലാസ്റ്റ് ഇടി കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുക, അത് അങ്ങനെ പോയിട്ടുള്ളൂ. നേരെ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇടിച്ചത്. ഇപ്പൊ ആദ്യം 2 ദിവസം ഇടിച്ചുള്ളൂ, പിന്നെ 3ന്റെ പോലെ ഇടി കൊടുത്താലേ ആ പാത്രത്തിൽ അടുപ്പ് ഫിറ്റ് ആവുള്ളൂ. ഇവര് എത്ര സഫ് ഉണ്ടാക്കാൻ നോക്കിയാലും വിടവ് വരും. മലക്കുകളുടെ സഫ്, മലക്കിന്റെ സഫ് അതൊരു പ്രത്യേക സഫ, ഒരു മുട്ടിയേ നിൽക്കൂ. ചുമലിനോട് മുട്ടണം. നിസ്കാരത്തിന്റെ സഫ് അങ്ങനെയാണ്, ചുമലിനോട് മുട്ടണം. ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല, കാരണം AC കൊള്ളുണ്ട്. ഇത്തിരി മുട്ടിയാലും നടക്കണ പരിപാടിയല്ല ഇതൊന്നും. നമ്മുടെ നിസ്കാരം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെന്തോ ഒരു വലിയ സംഭവമായിട്ടായിരിക്കുന്നത്. നമ്മൾ വലിയ എന്തോ ഒക്കെ കാട്ടിക്കൂട്ടുന്നുണ്ട്. നമുക്ക് മാർക്കിട്ട് നമുക്ക് മാർക്കിടാൻ നമ്മളല്ലല്ലോ വേണ്ടത്. ഏതായാലും മലക്കുകൾ നിന്റെ നിസ്കാരത്തിന്റെ കൂടെ കഴിഞ്ഞ രാത്രിയിൽ കൂടാൻ അള്ളാഹുവോട് അനുവാദം ചോദിച്ച് നിന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്, നിന്റെ മഹല്ലത്തിലെ പള്ളിയിൽ വന്നിട്ടുണ്ട്. നീ നിസ്കരിച്ചപ്പോൾ നിന്റെ മഗ്രിബിലും, നീ മഗ്രിബ് കഴിഞ്ഞ് നിസ്കരിച്ച സുന്നത്തിലും തറാവീഹിലും തഹജ്ജുദിലും ഒക്കെ നിന്നോട് മുട്ടി നിന്ന് ലക്ഷക്കണക്കിന് മലക്കുകൾ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോളൂ, മലക്കിങ്ങനെ ചേർന്ന് നിന്ന് റമദാന്റെ രാത്രിയിൽ കൂടെ നിന്ന് നിസ്കരിച്ചപ്പോൾ ആരൊക്കെ മലക്കിനെ മുട്ടിയിട്ടുണ്ടോ, ആരോടൊക്കെ മലക്ക് ഇങ്ങോട്ട് മുട്ടിയിട്ടുണ്ടോ, അങ്ങനെ മലക്ക് സ്പർശിച്ച മനുഷ്യൻ പിന്നെ പരാജയപ്പെടൂല. അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. അങ്ങനെ ഒരു നിസ്കാരത്തിന്റെ അവസരം റമദാനിലുണ്ടെന്ന് സ്വഹാബികൾ സന്തോഷിച്ചതാണ്. റമദാനിൽ മഹാനായ അലി റളിയല്ലാഹു അൻഹു മദീനയിൽ രാത്രി ഇറങ്ങി നടക്കാണ്. എല്ലാ പള്ളികളും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തറാവീഹ് നിസ്കാരം 20 റക്അത്തായി പ്രഖ്യാപിച്ചത് നടപ്പിൽ വരുത്തി. റസൂലുള്ളാഹി ആദ്യ കാലങ്ങളിൽ നിർബന്ധമാകുമോ എന്ന് ഭയന്നത് കൊണ്ടാണ് 8 പള്ളിയിൽ നിസ്കരിച്ച് ബാക്കി വീട്ടിൽ നിസ്കരിച്ചത്, ജമാഅത്തിൽ നിർബന്ധിക്കാതിരുന്നത്. ആദ്യം 1-2 ദിവസം അങ്ങനെ 20ആയി നിസ്കരിച്ചു, ജമാഅത്തായി നിസ്കരിച്ചൊക്കെ ശരിയാണ്. പിന്നെ വഹയി വന്ന് നിർബന്ധമാകുമോ എന്ന് ഭയന്നത് കൊണ്ടാണ് അങ്ങനെ നബി തങ്ങൾ ചെയ്യാത്തതെന്ന് ബോധ്യപ്പെടുത്തിയിട്ട് എല്ലാവരെ കൊണ്ടും 20 ജമാഅത്തായി നിസ്കരിപ്പിക്കാൻ ശ്രമിച്ചു ഉമർ ഇബ്നുൽ ഖത്താബ്. അലിയാർ തങ്ങൾ ഇങ്ങനെ ഒരു ദിവസം മദീനത്തെ പള്ളിയുടെ പരിസരങ്ങളിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ പരിസരങ്ങളിലൊക്കെ തറാവീഹ് നിസ്കാരത്തിന്റെ ഖിറാഅത്ത് കൊണ്ട് മുഖരിതമാണ്. പള്ളിയിൽ സ്ഥലമില്ലെങ്കിൽ അപ്പുറത്തേക്ക് മാറി മറ്റൊരു ജമാഅത്ത്, പിന്നെ അവിടെ കുറച്ച് വീട്ടുകാർ കൂടി നിൽക്കുന്ന മുറ്റത്തൊരു ജമാഅത്ത്. ഇങ്ങനെ തറാവീഹ് നിസ്കാരത്തിന്റെ ജമാഅത്തുകൾ ഇങ്ങനെ കണ്ട് പോകുമ്പോൾ തറാവീഹ് നിസ്കാരത്തെ ഇതുപോലെ ജനകീയമാക്കി 20ന്റെ ആ റക്അത്തിലേക്ക് വീണ്ടും പുനഃസ്ഥാപിച്ച ഉമറിന് വേണ്ടി മഹാനായ അലി ഇബ്നു അബി താലിബ് അങ്ങ് ദുആരക്കാൻ തുടങ്ങി. അല്ലാഹുമ്മ നവ്വിർ ഖബറ ഉമറ കമാ നവ്വറ മസാജിദനാ ബിൽ ഖുർആൻ. മദീന നഗരി മുഴുവനും ഇപ്പോൾ ഖുർആൻ പാരായണം കൊണ്ട്, തറാവീഹ് നിസ്കാരം കൊണ്ട് പ്രകാശപൂരിതമായി നിൽക്കുന്നല്ലോ അല്ലാ. ഇങ്ങനെ ഒന്ന് വീണ്ടും സ്ഥാപിക്കാൻ നബി തങ്ങളുടെ വഫാത്തിന് ശേഷം സ്വഹാബികൾക്കിടയിൽ ഇത്ര വലിയ ശ്രമകരമായ ബോധവൽക്കരണവും പിന്നെ തറാവീഹിന്റെ പുനഃസംവിധാനവും ഉമർ നടത്തിയത് ഇതുപോലെ മദീന വെളിച്ചമാകാൻ വേണ്ടിയാണ് എങ്കിൽ ആ ഉമറിന്റെ ഖബർ നീ വെളിച്ചമാക്കണേ എന്ന് സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു ദുആരുന്നു. മഹാനായ അഹ്മദ് സമർഖന്ദി രേഖപ്പെടുത്തുന്നു. അപ്പൊ തറാവീഹ് നിസ്കാരം നമുക്ക് വേണം. അത് 20ആണ് അതിന്റെ റക്അത്ത്. ശേഷം 3 റക്അത്ത് വിത്ർ നിസ്കരിക്കുമ്പോൾ തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകളൊക്കെ തന്നെയാണ് എൻ്റെ മുന്നിലുള്ളത്. വിത്ർ നിസ്കരിക്കുമ്പോൾ 2 ഓപ്ഷനാണ് നമുക്കുള്ളത്. ഉറങ്ങിപ്പോകുമെന്ന് തോന്നാണെങ്കിൽ സുബഹി ബാങ്ക് വിളിക്കുമ്പോഴേ എഴുന്നേൽക്കൂ,
തഹജ്ജുദ് കയ്യിൽ നിന്ന് പോകും, അല്ലെങ്കിൽ തഹജ്ജുദ് നിസ്കരിച്ചാൽ പിന്നെ വിത്ർ നിസ്കരിക്കാൻ നേരം കിട്ടൂല എന്നൊരു തോന്നലുണ്ടെങ്കിൽ ആ വിത്ർ നേരത്തെ നിസ്കരിച്ചേക്കണം. അത് റസൂലുള്ളാഹി ചെയ്തിട്ടുള്ളതാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെ ചെയ്തിരുന്ന ആളാണ്. മനസ്സിലായില്ല? കയ്യിൽ നിന്ന് പോകും വിത്ർ. അതായത് വിത്ർ ഉറങ്ങി എണീറ്റിട്ട് തഹജ്ജുദിന്റെ കൂടെ നിസ്കരിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഒരാള് ഉറപ്പിച്ച പോണത്, ഉറപ്പായിട്ട് എണീക്കലുണ്ട്, അങ്ങനെ മുടങ്ങലില്ല എങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. ഇല്ലെങ്കിൽ ഞങ്ങൾ മുടങ്ങിപ്പോ ഇത്തിരി ഉറങ്ങിപ്പോവാൻ സാധ്യത ഉണ്ട്, അല്ലെങ്കിൽ സുബഹിയുടെ തൊട്ടടുത്ത സമയത്ത് ഞാൻ ഇനിയിപ്പോ തഹജ്ജുദ് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് നേരം കിട്ടിയെന്ന് വരില്ല, അങ്ങനെ വിത്ർ കിട്ടൂല എന്ന് തോന്നുകയാണെങ്കിൽ അത് വിത്ർ ഉറങ്ങണതിന് മുമ്പ് നിസ്കരിച്ച് വെച്ചേക്കണം. അത് ഹദീസിലുള്ളതാണ്. റസൂലുള്ളാഹി ചെയ്തിട്ടുണ്ട്, ഒരു സന്ദർഭത്തിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതിനെ ഫോളോ ചെയ്തിരുന്നു സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്നാൽ ഇജ്അലു ആഖിറ സലാത്തിക്കും ബില്ലൈലി വിത്ര എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രാത്രിയിൽ ഏറ്റവും അവസാനത്തെ നിസ്കാരം വിത്രാവട്ടെ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? മുപ്പരിത്തിരി കർക്കശ കണിശിത സ്വഭാവക്കാരനാ. ഉറങ്ങിയിട്ട് അങ്ങോട്ട് എണീറ്റപ്പോ എന്താ കുഴപ്പം? മുപ്പര് എന്താ അങ്ങനെ എണീക്കണമെന്നേ, എന്നപ്പോ കുഴപ്പം? മൂപ്പര് അങ്ങനെ ചിന്തിച്ച ആളായതുകൊണ്ട് മൂപ്പര് ഉറങ്ങി എണീറ്റിട്ടാണ് വിത്ർ നിസ്കരിച്ചിരുന്നത്. അതിനെ ഫോളോ ചെയ്ത ആളാണ് ഉമർ ഇബ്നുൽ ഖത്താബ്. ആ ഹദീസ് ഫോളോ ചെയ്തു. അതിനെ ഫോളോ ചെയ്തിരുന്ന ആളായിരുന്നു മഹാനായ സയ്യിദുനാ അലി. സ്വഭാവത്തിൽ രണ്ടാളും ഏകദേശം വലിയ മാറ്റമൊന്നുമില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഫോളോ ചെയ്തത് ഉറങ്ങുന്നതിന് മുമ്പ് നിസ്കരിക്കുക എന്നതാണ് മിക്കവാറും ഫോളോ ചെയ്തത്. ആ വഴിയിലായിരുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അപ്പൊ നമുക്കത് രണ്ടും കിട്ടും. എങ്ങനെയാണെന്നറിയോ? നമ്മള് തഹജ്ജുദിനെ എണീറ്റിട്ട് നിസ്കരിക്കുമ്പോൾ ഒരു റക്അത്ത് വിത്ർ നിസ്കരിച്ചാൽ മതി. ഉറങ്ങുന്നതിന് മുമ്പ് 2 or 4 ഒക്കെ നിസ്കരിച്ച് വെച്ചേക്കാം. എന്തോരം വഴുത് പറഞ്ഞാലും ചില സോപ്പൊടി ഉപയോഗിച്ചാൽ മതി, അത് എന്തോരം കഴിയാല പത പോവില്ല. എന്തോരം വഴുത് പറഞ്ഞാലും ഈ സംശയം ആർക്കും മാറൂല. അത് പിന്നെ ഇങ്ങനെ അതിങ്ങനെ ആയത്തുള്ള മോദി ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ വന്ന മാതിരി, യാസീൻ തീരാത്ത മാതിരി ഇങ്ങനെ ഈ സംശയം എന്തിനാ തീരൂല. ഇത് കഴിഞ്ഞ് 5 മിനിറ്റ് പിന്നെ ചോദിക്കൂട്ടോ. കാരണം എന്താ? അതാപ്പം തന്നെ മറന്നു. ഇടയ്ക്ക് എനിക്ക് തോന്നിയിട്ട് തന്നെ കളിയാക്കണയാണോ എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം അത്രയും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒരു വിത്തറിന്റെ ഒറ്റ ആയിട്ടുള്ള ലാസ്റ്റ് ഒരു റക്അത്ത് തഹജ്ജുദ് കഴിഞ്ഞിട്ട് നിസ്കരിച്ചാൽ മതി. തഹജ്ജുദ് കഴിഞ്ഞിട്ട് നിസ്കരിച്ചാൽ മതി. ഇനി എങ്ങനെ ഏതെങ്കിലും ഒരു നിസ്കാരങ്ങൾ രാത്രിയിൽ നമുക്ക് മിസ്സായിട്ടുണ്ട്, പിറ്റേന്ന് ളുഹയിലേക്ക് കൂട്ടിയിട്ട് ളുഹയുടെ റക്അത്തുകളിൽ നമ്മളിപ്പോ ഒരു 12 പൂർത്തീകരിക്കലില്ല, ഒരു 4 ഒക്കെ നിസ്കരിക്കണുള്ളൂങ്കിൽ ആ ളുഹയുടെ ആ റക്അത്തിൽ അതൊരു പരിഹാരമായിട്ട് ഒന്ന് കൂടുതൽ, ഇപ്പൊ 2 റക്അത്ത് തഹജ്ജുദ് നമ്മൾ നിസ്കരിക്കലുള്ളതാൽ 2 or 10 ആയിക്കോട്ടെ, തഹജ്ജുദ് അങ്ങ് മുടങ്ങി, നമ്മൾ എന്ത് ചെയ്യാ? അത് ഇനിയിപ്പോ തഹജ്ജുദ് മുടക്കിയിട്ട് ഞാൻ അപ്പുറം നിസ്കരിക്കാന്നുള്ള ഓപ്ഷൻ എടുക്കണ്ട. എങ്ങാനും മുടങ്ങിപ്പോ ഒരു വിഷമമുണ്ട്, നിസ്കരിക്കാൻ പറ്റിയില്ലല്ലോ. അപ്പോഴുണ്ട് ളുഹ. എന്ത് ചെയ്യാ? ളുഹ സാധാരണ നിസ്കരിക്കുന്ന നമ്മളൊരു 4 or 6 or 8 ഒക്കെ ആണെങ്കിൽ, 12 നിസ്കരിക്കുന്നവരാണെങ്കിൽ പറ്റൂല. 12ൽ 10 ളുഹ നിസ്കരിച്ച് 2 ആ തഹജ്ജുദിന്റെ മുത്തലക്കൻ 2 റക്അത്ത് സുന്നത്തായിട്ട് അങ്ങോട്ട് 2 റക്അത്ത്. ഇന്നലെ എനിക്കത് പറ്റിയില്ല. തഹജ്ജുദ് ഖളാ വീട്ടിലല്ല, അതിന് വേണ്ടിയിട്ട് ഒരു സന്തോഷത്തിന്. എന്റെ അഭിപ്രായത്തില് നമ്മൾ അങ്ങനെ ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി ഒരു ശരീരത്തിനെ ഒന്ന് പരിശീലിപ്പിക്കല്. ഇന്നലെ ഏതായാലും എന്റെ തഹജ്ജുദ് പോയി, ഇന്ന് അങ്ങനെ പറ്റൂല, ഒരു 2 മിനിറ്റ് കൂടി നേരത്തെ അങ്ങോട്ട് എണീറ്റിട്ട് 2 റക്അത്ത് കൂടുതൽ പിറ്റേ ദിവസം ഒരു പണിഷ്മെന്റ് ആയിട്ട് ശരീരത്തിനെ അങ്ങോട്ട് അടിച്ചേൽപ്പിച്ച നമ്മുടെ ശരീരം പിന്നെ അടവെടുക്കാൻ പോകും. ഇതിപ്പോ രാത്രി ഇത്തിരി ഉറങ്ങിയാലും നേരത്തെ തിരിച്ചു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അങ്ങനെയല്ല. അങ്ങനെ നമുക്കൊരു മനസ്സിന് സന്തോഷം കിട്ടാൻ അങ്ങനെ ചെയ്യാവുന്നതാണെന്ന് ചില സൂഫിയാക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും നിസ്കാരം റമളാനിൽ നമുക്ക് ഒഴിച്ചു നിർത്താൻ പറ്റൂല. ഞാനൊരു നിസ്കാരം നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആ നിസ്കാരം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. അവ്വാബീൻ നിസ്കാരം കേട്ടിട്ടില്ലേ? അവ്വാബീൻ നിസ്കാരം, അവ്വാബീൻ നിസ്കാരം നല്ല ഇജാബത്തുള്ള നിസ്കാരം, വലിയ ഫലമുള്ള നിസ്കാരമാണത്. അവ്വാബീൻ നിസ്കാരം. അവ്വാബ് എന്ന ഒരു പേരിൽ നിന്നാണ് അവ്വാബീങ്ങളുടെ നിസ്കാരം എന്ന് ഈ പേര് വന്നത്. സലാത്തുൽ അവ്വാബീൻ, അവ്വാബീങ്ങളുടെ നിസ്കാരം. അള്ളാഹുവിലേക്ക് ഖേദിച്ച് തൗബ ചെയ്ത് മടങ്ങിയ ഒരുപാട് മഹാന്മാരുണ്ട്. അവർക്ക് എപ്പോഴും തൗബയാ. തെറ്റ് ചെയ്യണമെന്നില്ല തൗബ ചെയ്യാൻ. തൗബ വേറൊരു അമലാണ്. തൗബ വേറെ ഒരു അമലാണ്. തെറ്റ് ചെയ്താലും തൗബ ചെയ്യണം നിർബന്ധമായും. തെറ്റ് ചെയ്തില്ലെങ്കിലും തൗബ ചെയ്തുകൊണ്ടിരുന്നവരാ മഹാന്മാരായ അമ്പിയാക്കൾ. തെറ്റ് ചെയ്യില്ലവർ, എന്നാൽ തൗബ അത് വേറൊരു അമല. തെറ്റ് ചെയ്തവന് നിർബന്ധമായ അമലാണ് തൗബ. തെറ്റ് ചെയ്തില്ലെങ്കിലും നമുക്ക് ചെയ്യാവുന്ന അമലാണ് തൗബ. തൗബ ചെയ്ത അള്ളാഹുവിലേക്ക് മടങ്ങിയവരുടെ നിസ്കാരം എന്നാണ് അവ്വാബീൻ നിസ്കാരം എന്നതുകൊണ്ട് അർത്ഥമാക്കപ്പെടുന്നത്. ഒരുപാട് പ്രവാചകന്മാരുടെ പദവിയാണ് അവ്വാബ് എന്ന പദവി. അവ്വാബ് എന്ന പദവി. ദാവൂദ് നബിയുടെ പദവിയാണ്
അവ്വാബ് എന്ന പദവി. അപ്പൊ ആ പദവി ഉള്ളവര് നിസ്കരിക്കുന്ന നിസ്കാരം എന്നതിന് അർത്ഥമുണ്ട്. അതായത് അവിടെ വരെ എത്താം. ഈ അമലിന്റെ കൂലി അള്ളാഹു നമുക്ക് തന്നു കഴിഞ്ഞാൽ അവിടെ വരെ എത്താം. ദാവൂദ് നബിയുടെ പദവിയാണ് അവ്വാബ് എന്ന പദവി. സൂറത്ത് സ്വാദിന്റെ 17-ാമത്തെ ആയത്തിൽ അത് പറയുന്നുണ്ട്. ഇനി കേട്ടോളൂ. ഇന്നാ വജദനാഹു സാബിറൻ നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്. അയ്യൂബ് നബിയുടെ പദവിയാണ് അവ്വാബ്. ഇബ്രാഹിം നബിയുടെ പദവിയാണ് അവ്വാബ്. ഇബ്രാഹിം നബിയുടെ പദവി, അയ്യൂബ് നബിയുടെ പദവി, ദാവൂദ് നബിയുടെ പദവി. ആ പദവിയുടെ പേരെന്താണ്? അവ്വാബ്. അവ്വാബ് എന്ന പദവി, ആ പദവി കിട്ടാൻ ഈ നിസ്കാരം പതിവാക്കിയാൽ മതി. ദാവൂദ് നബിയുടെ പദവി, മഹാനായ അയ്യൂബ് നബിയുടെ പദവി, ഇബ്രാഹിം നബിയുടെ പദവി, അങ്ങനെയുള്ള മഹാന്മാർക്ക് അല്ലാഹു കൊടുത്തൊരു പദവിയുണ്ട് അവ്വാബ് എന്ന പദവി. ആ പദവി കിട്ടാൻ അവ്വാബി നിസ്കാരം മതി. ഈ നിസ്കാരത്തിന് മറ്റൊരു പേരുണ്ട്, ഒന്ന് ശ്രദ്ധിക്കണേ. ഈ നിസ്കാരത്തിന്റെ മറ്റൊരു പേരാണ് സ്വലാത്തുൽ ഗഫ്ല. അശ്രദ്ധയുടെ നേരത്ത്, ആരും ശ്രദ്ധിക്കാത്ത നേരത്ത് നിസ്കരിക്കുന്ന ഒരു നിസ്കാരം എന്നാണ് അവ്വാബി നിസ്കാരത്തെ പറ്റി പറയുന്ന മറ്റൊരു പേര്. ളുഹാ നിസ്കാരത്തിനും സ്വലാത്തുൽ ഗഫ്ല എന്ന് പറയാറുണ്ട്. കാരണം ളുഹാ നിസ്കാരം എന്ന് പറഞ്ഞാൽ ആരും അങ്ങനെ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു സമയമല്ല. പ്രത്യേകിച്ച് ഒരു നിസ്കാരത്തിന്റെ നിർബന്ധിത ഉള്ള സമയമല്ല ളുഹ. കാരണം സുബഹി ഖളാ ആയാൽ ളുഹർ വരെ അതിന്റെ ഇടയിൽ ഒരു നിസ്കാരം നിസ്കരിക്കാനുള്ള ഒരു ടൈമില്ല. സുബഹി ഖളാ ആയി എന്നുള്ള സൂര്യോദയത്തോടു കൂടെ തീർന്നു. ളുഹർ അങ്ങനെയല്ല, അസ്ർ വരെ ടൈം ഉണ്ടപ്പോ ഒരാൾ അതിന്റെ ഇടയിൽ നിസ്കരിച്ച ഒരു പക്ഷെ എന്താവാം, ഒരു 3 മണിക്ക് ഒരാൾ നിസ്കരിക്കുന്ന കണ്ട അസ്ർ വാങ്ക് വിളിച്ചിട്ടില്ല. അപ്പൊ എന്താവാൻ സാധ്യതയുണ്ട്? മൂപ്പനെന്തപ്പോ നിസ്കരിക്കണേ? ളുഹറാവാൻ സാധ്യതയുണ്ട്. നേരെ മറിച്ച് അത് ഒരാളുകൾ ശ്രദ്ധിക്കുന്ന ഒരു ടൈം. അതൊക്കെ മഗ്രിബിന്റെ സമയത്തിലേക്ക് അസ്ർ വാങ്ക് വിളിച്ചതുപോലെ ഇങ്ങനെ കിടക്കാണ്. ഒരാൾക്ക് അസ്ർ നിസ്കരിക്കാൻ ഒരു പക്ഷെ നേരം വൈകിയപ്പോ അങ്ങനെ നിസ്കരിച്ച. പക്ഷെ സുബഹി ഖളായത് സൂര്യോദയത്തോടു കൂടിയാണ്. സൂര്യോദയം കഴിഞ്ഞിട്ട് ളുഹർ വരെയുള്ള ടൈമില് ഒരു നിസ്കാരത്തിന്റെ നിർബന്ധിത അവിടെ കാണുന്നില്ല. അപ്പൊ അതൊരു ഗഫ്ലത്തിന്റെ നേരാണ്. ആ നേരത്തെ നിസ്കരിക്കുന്ന ഒരു നിസ്കാരമാണ് ളുഹ. ളുഹ നിസ്കാരത്തിന്റെ പേരാണ് ഗഫ്ലത്തിന്റെ നിസ്കാരം, ഗഫ്ലത്തിന്റെ നേരത്തുള്ള നിസ്കാരം. അതേ പേര് തന്നെയാണ് അവ്വാബി നിസ്കാരത്തിനും ചരിത്രത്തിൽ കാണുന്നത്. സ്വലാത്തുൽ ഗഫ്ല എന്ന പേരുണ്ട്. ളുഹയ്ക്കും അവ്വാബിനും ഒരേ പേര് പറയുന്നുണ്ട് എന്ന് ഇടക്ക് പറഞ്ഞതാണ്. നമ്മുടെ വിഷയമായിട്ട് ബന്ധമല്ല. എവിടേക്ക് അവ്വാബി നിസ്കാരം നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കാൻ പോവാണ്. അത് നിർവഹിക്കേണ്ട സമയം അവ്വാബി നിസ്കാരം എപ്പോഴാണെന്നറിയോ? അവ്വാബി നിസ്കാരം സാധാരണ നിസ്കാരം വേറെ ഒന്നും അതിൻ്റെ അകത്ത് കൂടില്ല. അവ്വാബി നിസ്കാരം നിസ്കരിക്കേണ്ട സമയം മഗ്രിബ് കഴിഞ്ഞ് ഇശാഇന്റെ ഇടയിലാണ്. മഗ്രിബ് കഴിഞ്ഞ് ഇശാഇന്റെ ഇടയിലാണ്. ശക്തമായ സുന്നത്ത് എന്ന ഹുക്കുമാണ് അതിനുള്ളത്. സാധാരണ സുന്നത്തല്ല, ശക്തമായ സുന്നത്ത്. ആ സമയത്തെ കുറിച്ച് ഫിഖ്ഹിന്റെ കാഴ്ചപ്പാട് പറയാം. ഏത് സമയം? മഗ്രിബ് കഴിഞ്ഞ് ഇശാ വരെയുള്ള സമയത്തെ കുറിച്ചുള്ളതായ ഫിഖ്ഹിന്റെ കാഴ്ചപ്പാട് പറയാം. വമിനൽ മുസ്തഹബ്ബി അൽ മുതഅക്കദി ഇഹ്യാഉ മാ ബൈനൽ ഇശാഇനി ബിസ്സലാഹ് വഹുവൽ അഫ്ളൽ. ഇശാ മഗ്രിബിന്റെ ഇടയിലെ സമയത്തെ നിസ്കരിച്ചുകൊണ്ട് ഒരാളെ ഹയാത്താക്കലാണ് അഫ്ളൽ. അവ്വാബി നിസ്കാരം കേട്ടോളൂ. മഗ്രിബിന്റെ ശേഷം ഇശാഇന്റെ ഇടയിലായിട്ടാണ് അതിന്റെ സമയം വരുന്നത്. പൊതുവെ ഇശാ മഗ്രിബിന്റെ ഇടയിലുള്ള സമയത്തെ കുറിച്ചുള്ള ഫിഖ്ഹിന്റെ കാഴ്ചപ്പാട് ആ സമയം നിസ്കരിച്ചുകൊണ്ട് ഹയാത്താക്കലാണ്. ഹയാത്താക്ക എന്ന് പറഞ്ഞാൽ നിലനിർത്ത, സജീവമാക്കാന്ന് അതിനർത്ഥമുള്ളൂ. അല്ല സുബൈ വരെ ഉറക്കം കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുക, അതല്ല. പണ്ട് കല്യാണ വീട്ടിൽ ഇറച്ചിക്ക് കാവലിരിക്കണ അതിലെ ചില ആൾക്കാർ ഹയാത്താക്കാൻ തന്നെ. പണ്ട് കല്യാണ വീട്ടിൽ ഇറച്ചിക്ക് കാവലിരിക്കണ ഓർമ്മയല്ലേ? പട്ടി വരാണ്ട് ആ ഡെസ്ക് പുറത്തൊക്കെ നിരത്തിങ്ങനെ വെച്ചിട്ട് കുറച്ച് പേര് അവിടെ വീഡിയോ ഇരിക്കും. വീഡിയോ തീരുമ്പോൾ പാതിരാക്കി ഇനി അവിടെ നിന്ന് വീഡിയോ കിട്ടുക. അല്ലെങ്കിൽ പണ്ട് കല്യാണ വീട്ടിലൊരു പ്രധാന വിഭവമാണ് ആ മുൻവശത്തെ പന്തലിലെ വീടി മുറുക്കാൻ ഒക്കെ ഉണ്ടാവും. അതൊന്നും കിതാബിലുള്ളതല്ല കേട്ടോ. പക്ഷെ ഏതായാലും ഇറച്ചിക്ക് കാവലിരിക്കണമ്പോൾ അതിലെ ചില ആൾക്കാർ ഹയാത്താക്കായിരിക്കുക. ഹയാത്താക്കുന്നവർ പകൽ ഉറങ്ങണം എന്നതാണ് അതിന്റെ ഒന്നാമത്തെ നിബന്ധന. ഹയാത്താക്കുന്നവർ പകൽ ഉറങ്ങണം, രാത്രി ഉറങ്ങാതിരിക്കണമെങ്കിൽ. അല്ലാതെ പകലും ഉറങ്ങൂല രാത്രി ഉറങ്ങൂല എന്നിട്ട് ഉള്ള അസുഖങ്ങൾ മുഴുവൻ വരുത്തി വെക്കുക. അങ്ങനെ ഒരു പരിപാടി നമ്മളോട് പറഞ്ഞിട്ടില്ലേ? അങ്ങനെ ഒരു പരിപാടി പറഞ്ഞിട്ടില്ല. സുന്നത്ത് നോമ്പുകൾ എടുക്കുന്നിടത്ത് പാലിക്കേണ്ട അദബുകൾ പറയുന്നിടത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സുന്നത്ത് നോമ്പ് എടുക്കുന്ന ആൾ ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന്. ഏതായാലും അവ്വാബി നിസ്കാരം നമ്മൾ ഇശാ മഗ്രിബിന്റെ ഇടയിലാണ് നിസ്കരിക്കേണ്ടതെന്ന് മനസ്സിലാക്കാം. ഇശാ മഗ്രിബിന്റെ ഇടയിലുള്ള സമയത്തെ കുറിച്ച് പൊതുവെ ഉള്ള ഫിഖ്ഹിന്റെ കാഴ്ചപ്പാട്
ആ സമയത്തിൽ നിസ്കാരങ്ങൾ കൊണ്ട് മഗ്രിബിന് ശേഷം ഇഷ വരെ നിസ്കാരം കൊണ്ട് സജീവമാവലാണ് ഏറ്റവും അഫ്ദൽ. ചിലര് ആ സമയത്ത് ഖുർആൻ പാരായണം കൊണ്ടാണ് സജീവമാകുന്നത്. മഗ്രിബിന് അങ്ങോട്ട് നേരത്തെ കയറിയാ പിന്നെ ഇഷായും കഴിഞ്ഞ് വിത്തറൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങലുള്ളൂ. ആ സമയത്ത് അവർ അധികവും ചെയ്യല് ഖുർആൻ പാരായണാണ്. അപ്പൊ നിസ്കാരം കൊണ്ട് ഹയാത്താക്കലാണ് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുള്ളത്. അപ്പൊ കുറച്ചൊക്കെ നിസ്കാരം കൊണ്ട് ഹയാത്താക്കാം, കുറച്ചൊക്കെ എല്ലാം കളയണ്ട. ഇപ്പൊ വാക്കേ മുൽക്കൊക്കെ ഒന്നും അതിന്റെ ഇടയിലായിരിക്കും, ഒന്നും കളയണ്ട, അങ്ങനെ തന്നെ പോട്ടെ. ഇപ്പൊ പോണോലെ പോയിക്കോട്ടെ. ആ സമയത്തിന്റെ ഒരു പ്രത്യേകതയെ കുറിച്ച് പറഞ്ഞാണ് ഏറ്റവും അഫ്ദൽ നിസ്കാരം കൊണ്ടാണ്. ഇനി അല്ലെങ്കിൽ തിലാവത്തുൽ ഖുർആനാണ്, അല്ലെങ്കിൽ ദിക്റാണ്, തസ്ബീഹാണ്, തഹ്ലീലാണ്, ഇതാലിക്ക് ഏത് വേണമെങ്കിലും ആവാം. ഏറ്റവും അഫ്ദൽ ഏത് തന്നെയാണ്, ഏറ്റവും അഫ്ദൽ നിസ്കാരാണ്. ഇനി കേട്ടോളൂ, അവ്വാബി നിസ്കാരത്തിന്റെ സമയമാണ് ഇഷയുടെയും മഗ്രിബിന്റെ ഇടയിലുള്ള സമയം. ജമാഅത്ത് സുന്നത്തില്ല ഈ നിസ്കാരത്തില്. അവ്വാബി നിസ്കാരത്തില് ജമാഅത്ത് സുന്നത്തില്ല. വമിനൽ ഖസ്മിൽ അവ്വൽ അല്ലദീ ലാ തുസന്ന ഫീഹിൽ ജമാഅത്ത് സ്വലാത്തുൽ അവ്വാബിൻ. അതൊരു തൗബയുടെ നിസ്കാരമാണ് സ്വലാത്തുൽ അവ്വാബിൻ. അവ്വാബി നിസ്കാരം അത് ജമാഅത്ത് സുന്നത്തില്ലാത്തതാണ്. അതിന്റെ റക്അത്തുകളുടെ എണ്ണം കേട്ടോളൂ. അവ്വാബി നിസ്കാരത്തിന്റെ റക്അത്ത് കഴിയുന്നവർ 20 റക്അത്ത് നിസ്കരിക്കണം. പറ്റൂല 20 20 റക്അത്തൻ ബൈനൽ മഗ്രിബ് വൽ ഇശാ. കഴിയുമെങ്കിൽ എത്രയാ? 20 കഴിയുന്നില്ല എങ്കിൽ എത്രയുമാവാം. അതിന്റെ താഴേക്ക് 2 റക്അത്ത് വെച്ചിട്ട് എത്രയുമാവാം. 2 റക്അത്ത് വെച്ചെന്നാൽ പ്രബലമായത് വറുവിയത്ത് സിത്തൻ 6 റക്അത്ത്. പ്രബലമായത് നമ്മൾ ദുഹയില് പറയൂല 8. 12 ആണെങ്കിൽ എന്ത് പറയും? ഏറ്റവും ഒരു പ്രത്യേകമായ ഒരാളെ പതിവായി കൊണ്ടുനടക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 8 എന്ന് പറയുന്ന ചില സ്വഹാബികളുണ്ട്. 8 10 പതിവാക്കിയാൽ സ്വർഗത്തിൽ ഒരു കൊട്ടാരം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ 8 എന്നത് ദുഹയെ കുറിച്ച് പറയാറുണ്ട്. അവ്വാബി നിസ്കാരത്തിന്റെ ഏറ്റവും കൂടിയ റക്അത്ത് ഇശാ മഗ്രിബിന്റെ ഇടയില് 20 ആണ്. ഇനി അതിന്റെ താഴേക്കാവാം. പതിവായി കൊണ്ടു നടക്കുന്നുവെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠം എത്ര റക്അത്താ? 6 റക്അത്താണ്. 6 ഒരാൾക്ക് പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഓപ്ഷൻ ഉണ്ട്. എത്രയാ? 4 റക്അത്ത്. അറ്റ്ലീസ്റ്റ് എത്രയെങ്കിലും നിസ്കരിച്ചിരിക്കണം. 2 റക്അത്ത് ഹുമല്ലഖൽ. അവ്വാബി നിസ്കാരം 2 റക്അത്താണ് ഏറ്റവും കുറഞ്ഞത്. എത്ര റക്അത്ത്? സമാധാനായി, കുഴപ്പമില്ല. 2 റക്അത്ത്. 6നും 20നും പ്രത്യേകം ഹദീസ് വന്നിട്ടുണ്ട്. 6 റക്അത്ത് നിസ്കരിക്കുന്നതിനും 20 നിസ്കരിക്കുന്നതിനും പ്രത്യേകം ഹദീസ് ഉള്ളത് കൊണ്ടാണ് എന്ത് അത് എടുത്തു പറയാൻ കാരണം. കേട്ടോളൂ. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സല്ലാ ബഅദൽ മഗ്രിബി 6 റക്അത്തിൻ ലാ യഫ്സിലു ബൈനഹുന്ന ബികലാമിൻ അദൽ നബി ലഹു ഇബാദത്തു 12 സന. 20 ഒരാള് മഗ്രിബിന്റെ ശേഷം ഒരാൾ അവ്വാബി നിസ്കരിക്കുമ്പോൾ നിബന്ധന ഉണ്ട് കേട്ടോ. അവ്വാബിൻ മഗ്രിബ് കഴിഞ്ഞാൽ അപ്പൊ തന്നെ നിസ്കരിക്കാനും പറ്റില്ല, ചെറിയ നിബന്ധന ഉണ്ട് പറയാതെ. മഗ്രിബിന്റെ ശേഷം ഇശാഇന്റെ മുമ്പായി അവ്വാബി നിസ്കരിക്കുന്ന ഒരാൾ പതിവായി 6 റക്അത്താണ് നിസ്കരിക്കുന്നതെങ്കിൽ ആ മനുഷ്യന് അല്ലാഹു തആല ഈ 6 റക്അത്ത് പതിവുള്ള നിസ്കാരം കൊണ്ട്, പതിവുള്ള 6 റക്അത്ത് കൊണ്ട് അല്ലാഹു അയാൾക്ക് കൊടുക്കുന്ന പ്രതിഫലം കേട്ടോളൂ. 12 വർഷം ഇബാദത്ത് ചെയ്ത കൂലിയ ഒരു ദിവസം രേഖപ്പെടുത്താ. ഖാല റസൂലുള്ളാഹി. 6 റക്അത്ത് പതിവുള്ള ആൾക്ക് ഒരു ദിവസത്തെ നിസ്കാരം കൊണ്ട് കൂലി രേഖപ്പെടുത്തുന്നത് 12 വർഷത്തെ ഇബാദത്തിന്റെ കൂലി രേഖപ്പെടുത്തും. മഹാനായ ഇമാം സയ്യിദുൽ ബക്രി അവിടുത്തെ ഇആനത്തു ത്വാലിബീനിൽ ഇത് പറയുന്നുണ്ട്. മറ്റൊരു ഹദീസിൽ കാണാം, മൻ സല്ലാ ബൈനൽ മഗ്രിബി വൽ ഇശാഇ 20 റക്അത്തൻ. 20 നിസ്കരിക്കുന്ന ആൾക്ക് അല്ലാഹു കൊടുക്കുന്നത് ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരമാണ്. ഖാല റസൂലുള്ളാഹി. 20 നിസ്കരിക്കുന്നവർക്ക് സ്വർഗത്തിൽ കൊട്ടാരം. 6 പതിവാക്കുന്നവർക്ക് 12 വർഷം ഇബാദത്ത് ചെയ്ത കൂലി ഓരോ ദിവസവും അല്ലാഹു രേഖപ്പെടുത്തും. ഏത് നിസ്കാരത്തെ പറ്റിയാ പറഞ്ഞത്? അവ്വാബി നിസ്കാരത്തെ പറ്റിയാ പറഞ്ഞത്. അവ്വാബി നിസ്കാരം മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിലാണെന്ന് പറഞ്ഞല്ലോ. അവ്വാബി നിസ്കരിക്കുമ്പോൾ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടതെന്നറിയുമോ? മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അവ്വാബി നിസ്കരിക്കുമ്പോൾ ഒരാൾ കേട്ടോളൂ. ഫായിദത്തുൻ ഖാലൽ ഫുസൈനിയു ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നഹബനി യഹ്ഫദല്ലാഹു അലൈഹി ഈമാനുഹു ഫലിയുസല്ലി റക്അത്തൈനി ബഅദ സുന്നത്തിൽ മഗ്രിബി. മഗ്രിബിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച ശേഷം വേണം. മഗ്രിബ് നിസ്കരിക്കുക, അതിന്റെ 2 റക്അത്ത് സുന്നത്ത് ശേഷം നിസ്കരിക്കുക. മഗ്രിബിന് ശേഷം സുന്നത്തുണ്ടല്ലോ, അത് നിസ്കരിച്ച ശേഷം
പിന്നെ ഒന്നും ആരോട് മിണ്ടാൻ പാടില്ല, സംസാരിക്കാനേ പാടില്ല. അവ്വാബീൻ ബാത്തിലാവും, അവ്വാബീന്റെ ചാൻസ് പോകും. പിന്നെ മിണ്ടാൻ പാടില്ല, ഫോൺ എടുക്കാൻ പാടില്ല. മഗ്രിബ് നിസ്കരിക്ക, മഗ്രിബിന്റെ ശേഷം സുന്നത്ത് നിസ്കരിക്ക, അത് കഴിഞ്ഞ് പിന്നെ മിണ്ടാൻ പാടില്ല. അപ്പൊ നമ്മൾ ആ നേരത്ത് മാത്രം വിളിക്കുന്ന ആൾക്കാരോ പുറത്തുനിന്ന് ഉമ്മാ എന്ന് വിളിക്കും. ചില പിള്ളേർക്ക് കട്ടൻ ചായ അടുപ്പത്ത് വെക്കണ ഈ കുക്കറിൽ എത്ര വിസിലടിക്കണം അതിന്റെ സംശയമൊക്കെ ചോദിക്കാൻ ആ നേരത്തായിരിക്കും ചില പെങ്കടാങ്ങൾ +2 പഠിക്കണം, ഒരു വക അറിയില്ല. അവർ ആ നേരത്തായിരിക്കും സംശയം ചോദിക്കാൻ വേണ്ടി ഉമ്മാനെ വിളിക്കണം. ഒരു വിളിയായിരിക്കും. ഈ ഉമ്മ എന്തൂട്ടം മിണ്ടാത്ത നിക്കാരം പറയാനോ കഴിഞ്ഞിട്ട് അവൻ പറഞ്ഞേക്കണം, മോനെ ദേ ഇങ്ങനെ 3/3/2024 ഞാൻ അവ്വാബി നിസ്കാരം തുടങ്ങാണ്, ഇനി മേലാൽ ഞാൻ അങ്ങനെ നിസ്കരിക്കുമ്പോൾ വിളിക്കാൻ നിൽക്കരുത്, അല്ലെങ്കിൽ ബോർഡ് എഴുതിയ വാക്ക് തൂക്കിയിട്ടേക്കാം, നിശബ്ദത പാലിക്കുക, അവ്വാബി നിസ്കാരം നടന്നുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഇടയ്ക്ക് നമ്മൾ വിളി കേൾക്കുവേ, വിളി കേട്ടാ പോയി. ഇതിന്റെ അദബാണ്, അതിന്റെ എല്ലാ പ്രായോഗികതയും പറഞ്ഞ ഹദീസിലുള്ളതാണ്. സയ്യിദുൽ ബഖരി ആയത്തിൽ പറയുന്നു, മഗ്രിബ് നിസ്കരിച്ച ശേഷം, മഗ്രിബിന്റെ സുന്നത്തിന്റെ ശേഷം അത് നിസ്കരിച്ചിട്ട് പിന്നെ മിണ്ടാൻ പാടില്ല. 6 റക്അത്ത് നിസ്കരിക്കാൻ പറ്റുന്നവർ 6 നിസ്കരിക്കുക. കണ്ണിയത്ത് 6 നിസ്കരിച്ചുകൊണ്ടിരുന്നത് 6 ഒരുപാട് സുഫിയാക്കൾ 6 നിസ്കരിക്കുന്നത്. 6 നിസ്കരിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. അതിൽ ഓതേണ്ട സൂറത്തുകളുണ്ട്, പറയാട്ടോ. അതിൽ ഓതേണ്ട സൂറത്തുകൾ പഠിച്ചു വെച്ചോളൂ. അതിൽ ഓതേണ്ട സൂറത്ത് ഫാത്തിഹ കഴിഞ്ഞിട്ട് ഖുൽ ഹുവല്ലാഹു അഹദ് 6 പ്രാവശ്യം. എത്രയാ? ഖുൽ ഹുവല്ലാഹു അഹദ് 6 പ്രാവശ്യം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് 1 പ്രാവശ്യം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് 1 പ്രാവശ്യം. എല്ലാ റക്അത്തിലും അങ്ങനെ തന്നെ, എല്ലാ റക്അത്തിലും. അത് 2 നിസ്കരിക്കുന്ന ആൾക്ക് ഇങ്ങനെ തന്നെയാണ്, 4 നിസ്കരിക്കുന്ന ആൾക്ക് ഇങ്ങനെയാണ്, 6 നിസ്കരിക്കുന്ന ആൾക്ക് ഇങ്ങനെയാണ്. എന്താ പറഞ്ഞത്? തലേക്കൊന്ന് കുടഞ്ഞ ഉറക്കൊക്കെ ഒന്ന് പോട്ടെ. ഫാത്തിഹ കഴിഞ്ഞിട്ട് ഖുൽ ഹുവല്ലാഹു അഹദ് എത്രണ്ണം? 6 എണ്ണം. ഫലക്ക് 1, നാസ് 1. 6 ഖുൽ ഹുവല്ലാഹു അഹദ്, 1 ഫലക്ക്, 1 നാസ്. 2 റക്അത്തെങ്കിലും പിടിച്ചോളണം, വിടരുത്. 2 റക്അത്തെങ്കിലും പിടിച്ചോളണം. ഇനി ഒരാൾക്ക് അവ്വാബി നിസ്കരിക്കാൻ പറ്റണില്ല, ഇതിന് തത്തുല്യമായ കൂലി കിട്ടും. അവ്വാബി നിസ്കരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ 6 റക്അത്ത് മഗ്രിബിന് ശേഷം ഏതെങ്കിലും ഫർള് ഖളാ വിട്ടിയാലും ഈ കൂലി കിട്ടും. ഇത്രയില്ലെങ്കിലും ഇതുപോലത്തെ ഒരു കൂലി, ഇതുപോലത്തെ. ഇപ്പൊ നമ്മളൊരു വീട്ടിലേക്ക് കയറി വരുമ്പോ, ഇപ്പൊ ഈ വീടിന്റെ അകത്ത് ജീവനുള്ള ചെടിയെ ഇപ്പൊ വെക്കുന്നത്. മുമ്പ് അതല്ലായിരുന്നു, കുറച്ച് മുമ്പ് വരെ പ്ലാസ്റ്റിക്കിന്റെ ആയിരുന്നു. എന്നാൽ ഈ ജീവനുള്ളത് ചിലപ്പോൾ പ്ലാസ്റ്റിക്കാന്ന് തോന്നിപ്പോ, ഫലത്തിൽ അവിടെ ചെടി ഉണ്ടെന്നേ ഉള്ളൂ, അല്ലേ? ചില വീടുകൾക്ക് വാർക്കക്കട്ടിലും ചെല്ലും വെക്കും, ചിലത് മരം വെക്കും, ചിലത് വേറെ വല്ലതും വെക്കും, എന്നാൽ അവിടെ ഉണ്ടെന്നേ ഉള്ളൂ. ഈ അവ്വാബിന്റെ വിടവ് നമുക്ക് നികത്താൻ പറ്റും. അവ്വാബി നിസ്കരിക്കാൻ പറ്റില്ല, പക്ഷെ ഒരു മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് സുന്നത്ത് നിസ്കരിച്ചിട്ട് 2 മഗ്രിബ് വേറെ ഖളാ വിട്ടിയാലും 6 റക്അത്ത് അവിടെ ഉണ്ടായി എന്ന പരിഗണനയിൽ ഒരു പക്ഷേ അവ്വാബിന്റെ പരിഗണന അള്ളാഹു നൽകിയേക്കാന്ന് എന്റെ വക പറഞ്ഞതല്ല. സയ്യിദുൽ ബഖരി ഇആനത്തിൽ പറയുന്നുണ്ട്, പല മഹാന്മാരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. 3 സുബഹി ഖളാ വിട്ടിയാലും ഒരു പക്ഷേ അവ്വാബിന്റെ കൂലി തന്നെ അള്ളാഹു തന്നേക്കാം. നീയത്ത് ഏത് തന്നെയാണ്. ഇപ്പൊ ഖളാ വിട്ടണേന്റെ നെയ്യത്ത് ഖളാ വിട്ടണ തന്നെ ആവണോട്ടോ. അവ്വാബി നിസ്കരിക്കുമ്പോ അവ്വാബിന്റെ സുന്നത്ത് എന്നുള്ള നെയ്യത്ത്. ഒരാൾക്ക് ഇനി വിഷമാണ്, എന്റെ ഫർളൊക്കെ കുറെ ഖളാ ഉണ്ടല്ലോ, ഈ ഫർള് ഖളാ ഉള്ളതുണ്ടല്ലോ, കാരണമില്ലാതെ ഖളാ ആയ ഫർള് നിസ്കാരം വേഗം ഖളാ വിട്ടിക്കൊള്ളണം. ജോലിക്കും പണിക്കും പോകാൻ പാടില്ലെന്ന. ആകെ പോകാനുള്ളത് ബാത്റൂമിൽ പോവാം, ഭക്ഷണം കഴിക്കാം, അത്യാവശ്യം ഉറങ്ങാൻ ഉറങ്ങാം, അത് ഒഴിച്ചുള്ള സമയം മുഴുവനും ഖളാ വിട്ടത്. കാരണമില്ലാതെ ഖളാ ആയ നിസ്കാരം ഖളാ വിട്ടേണ്ടത് അങ്ങനെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയണ കാരണമല്ല. എന്തേ? ഡ്രസ്സ് എടുക്കാൻ പോയി, വണ്ടി വൈകി, നേരം പോയി, കഞ്ഞി വെന്തു, അങ്ങനെയൊക്കെ പറഞ്ഞാൽ അതൊന്നും കാരണമല്ല അള്ളാന്റെ അടുത്ത്. അത് നമുക്ക് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്ന് പറയാം, ഫോണിൽ ഇങ്ങനെ റെക്കോർഡ് ചെയ്യാൻ നമ്മൾ തന്നെ കേൾക്കാം. അതിന് അങ്ങനെ കൊള്ളാവുന്ന കാരണമേ ഉള്ളൂ. ഇത് അള്ളാന്റെ അടുത്ത് പറയാൻ പറ്റിയ കാരണമൊന്നും അല്ലത്. കാരണം എന്ന് പറയുന്ന ഒരു കാരണമായിരിക്കണം, അല്ലാത്ത കാരണം കാരണമല്ല. കാരണമില്ലാതെ ഖളാ ആയത് വേഗം ഖളാ വിട്ടുകയും ആ സന്ദർഭങ്ങളിൽ മറ്റു സുന്നത്തുകൾ നിസ്കരിക്കാനേ പാടില്ല. അപ്പോഴും പെരുന്നാൾ നിസ്കാരം പോലെയുള്ള ചില സ്പെഷ്യലായിട്ടുള്ള നിസ്കാരങ്ങളുണ്ട്, ഗ്രഹണ നിസ്കാരം പോലെയുള്ള, അതുപോലെ തന്നെ ളുഹാ നിസ്കാരമൊക്കെ അതിൽ പെടുന്ന, അതൊക്കെ നിസ്കരിക്കാവുന്നതാണ്. തീരെ നിസ്കരിക്കാൻ പാടില്ല എന്നല്ല. കാരണം ഫർളിന്റെ വിടവ് നികത്തുന്നത് സുന്നത്തുകളെ കൊണ്ടാണ്. കാരണത്തോടു കൂടിയ, കാരണമില്ലാതെ ഖളാ ആയ നിസ്കാരത്തെ ഹാലിറായ നിസ്കാരത്തെക്കാൾ മുമ്പ് ഖളാ വിട്ടണമെന്ന. പൊതുവെ ഖളാ വീട്ടിലൊക്കെ ഹാലിറായ നിസ്കാരത്തിന്റെ മുമ്പ് ചെയ്യാൻ നോക്കണം.
കാരണം ചില സന്ദർഭങ്ങളിൽ ഉദാഹരണം സുബഹി കഴിഞ്ഞ് അല്ലെങ്കിൽ അസ്ർ കഴിഞ്ഞ് നമ്മൾ ഖളാ വിട്ടൽ, അസ്ർ നിസ്കരിച്ചിട്ട് നമ്മുടെ അതായത് നിസ്കരിച്ച ശേഷം ഖളാ വിട്ടൽ തഹരീമിന്റെ കറാഹത്ത. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഖളാ വിട്ടൽ പരിപാടി എപ്പോഴും മുമ്പാ ചെയ്യേണ്ടത്. അതാണ് ഏറ്റവും ബെറ്റർ അതാണ്. അപ്പൊ വാങ്ക് വിളിക്കുമ്പോഴേക്കും കയറാൻ നോക്കണം. അതാണ്. ഇനി കാരണത്തോടു കൂടി ഖളാ ആയി. ഉദാഹരണം, നമ്മൾ ഓപ്പറേഷൻ ചെയ്ത് ആശുപത്രിയിൽ ഇട്ടിരിക്കുന്നു, നമുക്ക് നിസ്കരിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള സൗകര്യങ്ങൾ കിട്ടിയില്ല. അങ്ങനെ ഒരു കാരണം പറയാവുന്ന ഒരു കാരണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു എമർജൻസി ഹോസ്പിറ്റൽ കേസ് വന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അയലൊക്കെ താട്ടുകുഞ്ഞ് കണ്ടി ചാടി വലിച്ചു കെട്ടാൻ ചെന്നു, നിസ്കാരം ഖളാ ആയി. അതൊരു കാരണം കേട്ടത്, ഒരു ജീവൻ രക്ഷിക്കാന്ന്. അതായത് നിസ്കരിക്കാൻ കൈ കെട്ടിങ്ങനെ നിൽക്കണു, നിസ്കരിക്കാൻ ഇവിടെ നോക്കേ, നിസ്കരിക്കാൻ കൈ കെട്ടി നിൽക്കുന്നു, അപ്പോഴുണ്ട് ഒരു മിണ്ടാപ്രാണി കിണറിലോ കുഴിയിലോ വീഴുന്നത്. നമ്മൾ നിസ്കരിക്കാൻ ഇങ്ങനെ നമ്മൾ വല്ലല്ലോല്ലിനാമിങ്ങനെ നോക്കി പതുക്കെ എന്തായാലും സുജൂദിന്റെ സ്ഥാനത്ത് കണ്ണ് വെട്ടിച്ചില്ല, കിടാവ് അങ്ങടെ പോണം, പഠിച്ചാൽ കെണ്ടി ചാടി, എന്തേ കൈ കെട്ടഴിക്കണം, ആ ജീവൻ രക്ഷിക്കണം എന്നാ. അതൊരു കാരണമാണ്. കിടാവിനെ വലിച്ചേറ്റി ഇവിടെ വന്നപ്പോഴേക്കും നിസ്കാരത്തിന്റെ വഴിക്ക് പോയി. അതൊരു കാരണത്തോടു കൂടി ഖളാ ആയത് പിന്നെ ഖളാ വിട്ടിയാൽ മതി, വൈകാൻ പാടില്ല. എന്നാലും അങ്ങനെയുള്ളവർക്ക് സുന്നത്ത് ഏത് നിസ്കരിക്കാം. അല്ലെങ്കിൽ റവാത്തിബ് സുന്നത്ത് നിസ്കരിക്കുന്നതിന്റെ കൂടെ ഒരു 10-20 കൊല്ലത്ത് നിസ്കാരം ഖളാ വിട്ടാൻ്റെ ഒരു 20 കൊല്ലം അങ്ങോട്ട് ഖളാ വിട്ട് ശരിയാക്കാം, കൂടെ സുന്നത്ത് നിസ്കരിക്കാം. അല്ലാതെ ഇതിന്റെ പ്രായോഗികത എപ്പോഴാ? തീരെ നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കില്ലല്ലോ. പിന്നെ ഇതുപോലെ അവ്വാബീനൊക്കെ നിസ്കരിക്കുന്ന സമയത്ത് ഇനി ഒരു വിഷമം വിചാരിക്കേണ്ട, എന്ത് ചെയ്താൽ മതി? സുബഹി ഖളാ വിട്ട അപ്പോഴും ഈ പ്രതിഫലം കിട്ടുമെന്നാണ് മഹാന്മാരായ ഫുഖഹാ പറയുന്നത്. ഖിലാഫൻ ലിശൈഖിനായി ഫി ഫതാവഹു കമാ സറഹ ബിഹി ഫി അവ്വലി ഫസ്ലിൻ ഫി സിഫത്തി സ്വലാത്തി. മഹാന്മാരായ ഫുഖഹാഇന് ഈ വിഷയത്തിൽ അഭിപ്രായങ്ങളുണ്ട്. വല്ലദീ ജസമ ബിഹി ശൈഖുനാ ഫി ഫതാവഹു അന്നഹു ലാ ബുദ്ദ ഫീഹാ മിന തഈൻ കൽദുഹാ. അവ്വാബിൻ നിസ്കാരത്തിന് അവ്വാബിന്റെ 2 റക്അത്ത് സുന്നത്ത് ഞാൻ അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുന്നു എന്ന് ഓരോ 2 റക്അത്തിലും നിയ്യത്ത് ചെയ്യണം. ഏതാ നിസ്കാരം? ഇവിടെ നിന്ന് ഞാൻ അപ്പുറത്തേക്ക് കിടന്ന നിസ്കാരം മറന്നു പോരട്ടോ. നിസ്കാരത്തിന് ആദ്യമായിട്ട് കേൾക്കണവരുണ്ടാവും ചിലപ്പോൾ. ഏതാ നിസ്കാരം? അവ്വാബീൻ നിസ്കാരം 2 റക്അത്ത് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന നിസ്കാരത്തിന്റെ പേര് ഉദ്ദേശിച്ച് തന്നെ നിയ്യത്ത് ചെയ്യണം അവ്വാബീൻ നിസ്കരിക്കുന്നവർ. അറ്റ്ലീസ്റ്റ് ആ സമയത്ത് ഫറലെങ്കിലും ഇശാ മഗ്രിബിന്റെ ഇടയിൽ ഖളാ വിട്ട അവ്വാബീന്റെ കൂലി എനിക്ക് അള്ളാഹ് തരുമെന്ന് കരുതിക്കൊണ്ട് അങ്ങോട്ട് ചെയ്തോ, അവ്വാബീന്റെ കൂലി അള്ളാഹു തരും എന്നാണ് മഹാന്മാർ പറയുന്നത്. അവ്വാബീന്റെ കാര്യം അതിൽ കരുതണം എന്ന് പറഞ്ഞാൽ നെയ്യത്ത് വെക്കണം എന്നല്ല, ഫറല് ഖളാ വിട്ടുമ്പോൾ അവ്വാബീനും കിട്ടുമെന്നൊരു പ്രതീക്ഷ ഉള്ളിൽ വെക്കണം എന്നാ പറഞ്ഞത്. തഹ്സുലു സ്വലാത്തുൽ അവ്വാബീന ബിഫവാഇത വഗൈരിഹാ മിനൽ ഫറായിദിൽ മുഅദ്ദാതി വന്നവാഫിലി വഹാദാ ബിനാഉൻ അലാ അന്നഹാ കതഹിയ്യത്തുൽ മസ്ജിദി. സയ്യിദുൽ ബക്രിയുടെ ഇആനത്തിൽ നിന്നാണ് ഈ ഉദ്ധരണികൾ മുഴുവൻ പറഞ്ഞത്. എന്തെങ്കിലും സംശയം അവ്വാബീനുമായി ബന്ധപ്പെട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇൻഷാ അല്ലാഹ് പറഞ്ഞു തരാം. അത് വേണമെന്നില്ല, അത് നാളെ ഖളാക്കണമെന്നില്ല. അങ്ങനെ വെറുതായി നിസ്കരിച്ചു പോരുന്ന ആളുകൾക്ക് അങ്ങനെ പലതും ഖളാ വീട്ടാമെങ്കിലും ഈ നിസ്കാരമൊക്കെ നമുക്ക് എപ്പോഴും സാധിക്കുന്ന 6 റക്അത്തല്ലേ ഉള്ളൂ. ആ 6 റക്അത്ത് നമുക്ക് ഇന്ന് കഴിഞ്ഞില്ല, നാളെ എന്ത് ചെയ്യുക? സമയം യഥേഷ്ടം ഉണ്ടെങ്കിൽ ആദ്യം തന്നെ ആ മഗ്രിബ് നിസ്കരിക്കുക, ശേഷം സുന്നത്ത് നിസ്കരിക്കുക, അവ്വാബീൻ അങ്ങ് നിസ്കരിക്കുക, ഒരു 3 സുബഹി അങ്ങോട്ട് ഖളാ വിട്ട. അപ്പൊ എന്തായി? ആ ഖളാ വിട്ടു. മഗ്രിബിന് ശേഷം സുബഹി ഖളാ വിട്ട, മഗ്രിബിന് ശേഷം സുബഹി ഖളാ വിട്ട. ഇൻഷാ അല്ലാഹ് പോരെ? ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. തഹജ്ജുദ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തഹജ്ജുദ് ഖളാ ആയാൽ ളുഹയിൽ കൊണ്ടുവന്ന് നമ്മൾ 8 ഒക്കെ ഉണ്ടെങ്കിൽ അത് ളുഹയിൽ ഒരു 2 റക്അത്ത് കൂട്ടിയാൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. പിന്നെ ചിലര് പറയുന്നുണ്ട് അത് അങ്ങനെ ചെയ്താലും എന്ത് ചെയ്യാം, പിറ്റേന്നിലേക്ക് അതൊന്ന് നമ്മളെ തന്നെ ഒന്ന് പഠിപ്പിക്കണമല്ലോ. നമ്മുടെ ശരീരത്തെ പഠിപ്പിക്കാൻ കൊള്ളൂല. അങ്ങനെ ചില തളർച്ചകൾ ചില സമയത്ത് നമുക്ക് നമ്മളുടെ വൈകല്യങ്ങളായി മാറും. അങ്ങനെ ഒരു പരിഹാരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് കൂടുതൽ ശരീരത്തെ അതങ്ങ് ശീലിപ്പിക്കല്. എപ്പോഴും ഇതിങ്ങനെ അഴിച്ചിട്ട് കഴിഞ്ഞാൽ അത് അതിന്റെ വഴിക്ക് പോണ സാധനം ഈ ശരീരം. അതിനെ കൂടുതൽ നമ്മൾ ബലം പ്രയോഗിച്ചാൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന വഴിയിലേക്ക് കൊണ്ടുവരാൻ കഴിയും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതായിരുന്നട്ടെ ഇൻഷാ അല്ലാഹ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. اللهم صل على محمد يا رب صل عليه وسلم.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ തമ്പുരാനെ. റബ്ബേ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാഹുവേ, ഞങ്ങൾ അറിഞ്ഞ് ചെയ്ത അറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച ഈ പുണ്യ റമളാന്റെ ഹുർമത്തിന് നിരക്കാത്ത എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ അപാകതകൾ പാവങ്ങളായ ഞങ്ങളിൽ വന്നിട്ടുണ്ടെങ്കിൽ നീ പൊറുക്കണേ കരുണ ചെയ്യണേ നീ ഞങ്ങളോട് അലിവ് കാണിക്കണേ നിന്റെ സ്നേഹത്തിൽ ഞങ്ങളെ കൂട്ടിപ്പിടിക്കണേ നിന്റെ കൃപ ഞങ്ങളോട് വേണം അല്ലാഹുവേ, അതിനുള്ള ആനുകൂല്യവും സ്നേഹത്തിന്റെ അവകാശവും നിന്നോട് ഞങ്ങൾക്ക് ഇല്ല എന്നാലും നീ ദയാലു അല്ലേ എത്ര പാപം ചെയ്താലും റബ്ബേ, നിന്റെ അടിമയുടെ കണ്ണ് നനഞ്ഞാൽ നിനക്കത് വിഷമമല്ലേ നിനക്ക് സങ്കടമല്ലേ ഞങ്ങൾക്ക് പൊറുക്കണേ പൊറുക്കണേ ഞങ്ങളുടെ ആയുസ്സിൽ ഞങ്ങൾ ചെയ്തതൊക്കെ ഞങ്ങൾ മറന്നു നിന്റെ അടുക്കൽ രേഖയല്ലേ, നീ പൊറുക്കണേ അല്ലാഹുവേ, ഞങ്ങളുടെ അറിവിൽ ബർക്കത്ത് നൽകണേ അമലിനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹുവേ. റബ്ബേ, ഈ സദസ്സിൽ പങ്കെടുക്കുന്ന സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും ആഫിയത്ത് കൊടുക്കണേ ദീർഘായുസ് നൽകണേ അല്ലാഹുവേ, ഞങ്ങളുടെ ഇബാദത്തുകളിൽ നീ അർഹമായ പരിഗണന നൽകണേ ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ മരിച്ചുപോയ വാപ്പമാരുടെ, ഉമ്മമാരുടെ, ഭർത്താക്കന്മാരുടെ, സഹോദരങ്ങളുടെ, സഹോദരിമാരുടെ, കൂടപ്പിറപ്പുകളുടെ, പൊന്നുമക്കളുടെ ആണ്ട് ദിവസങ്ങൾ ഈ പുണ്യ റമളാനിലുണ്ട്. പ്രത്യേകം ദുആ ചെയ്യാൻ പറയുന്നവരുണ്ട്. അല്ലാഹുവേ, അവരുടെ മരിച്ചുപോയവർക്കും ഞങ്ങളുടെ മരിച്ചുപോയവർക്കും നരകമോചിതരെന്ന പദവി കൊടുത്തുകൊണ്ട് സ്വർഗം നീ പ്രദാനം ചെയ്യണേ അവരുടെ ആയുസ്സിൽ കഴിഞ്ഞുപോയ റമളാനുകൾക്ക് നീ വലിയ പ്രതിഫലത്തിന്റെ പരിഗണന കൊടുത്ത ഖബറുകളെ ഈ റമളാനിൽ സന്തോഷിപ്പിക്കണേ കടബാധ്യത ഉള്ളവരുണ്ട് റബ്ബേ, കടങ്ങൾ വീട്ടണേ കടങ്ങൾ വീട്ടണേ ഗൾഫിലുള്ള ഞങ്ങളുടെ മക്കളുടെ, സഹോദരങ്ങളുടെ, ഭർത്താക്കന്മാരുടെ ഒക്കെ തൊഴിലിൽ അഭിവൃദ്ധി നൽകണേ അല്ലാഹുവേ. റബ്ബേ, ബിസിനസ്സിൽ ബറക്കത്ത് നൽകണേ കച്ചവടത്തിൽ പുരോഗതി നൽകണേ അല്ലാഹുവേ. വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർ, വീട് പണിതുകൊണ്ടിരിക്കുന്നവർ, വീട് പണിയിൽ കടബാധ്യത ഉള്ളവരുണ്ട്. അല്ലാഹുവേ, സലാമത്താക്കണേ വീടെന്ന സ്വപ്നം മനസ്സിൽ കൊണ്ടു നടന്ന് വാടകക്ക് കഴിയുന്നവരുണ്ട് റബ്ബേ. ഒരു തുണ്ട് മണ്ണ് പോലും സ്വന്തമായി ഇല്ലാത്തവരുണ്ട്. നീ അത് സാഫല്യത്തിലാക്കണേ അല്ലാഹുവേ. റബ്ബേ, പരിശുദ്ധ റമളാനിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ആനുകൂല്യങ്ങളും നൽകണേ ലൈലത്തുൽ ഖദ്ർ നസീബാക്കണേ ഹജ്ജ് ഉംറ സിയാറ ഞങ്ങളുടെ സ്വപ്നമാണ് നീ നിറവേറ്റണേ തമ്പുരാനെ. അല്ലാഹുവേ, ഈ ഉള്ളവന് ഭക്ഷണം തരുന്ന കുടുംബങ്ങളിൽ ഒരാളുടെയെങ്കിലും ഒരിറക്ക് വെള്ളമോ ഒരു പറ്റ ആഹാരമോ എപ്പോഴോ എവിടെങ്കിലും വെച്ച് കഴിച്ചിട്ടുണ്ടോ? കടപ്പാടുണ്ട് സ്നേഹം കൊണ്ട് മാത്രം വീർപ്പുമുട്ടിക്കുന്ന ഒരു സമൂഹമാ ഞങ്ങളുടെ മഹല്ല് നിവാസികൾ. അല്ലാഹുവേ, റബ്ബേ, അഭിവൃദ്ധി ഏറ്റി കൊടുക്കണേ എവിടെ പോയാലും ഞങ്ങളുടെ നാവ് കൊണ്ട് നിന്നോട് എന്തെങ്കിലും ഖൈറ് ചോദിക്കുന്നുവെങ്കിൽ ആ ഖൈറിൽ റബ്ബേ സാഹിബിന്റെ പള്ളി മഹല്ല് നിവാസികളെയും നീ ചേർക്കണേ ഓർമ്മയുള്ള കാലത്തോളം ഞങ്ങൾ മറക്കൂല എന്നാലും റബ്ബേ, മനുഷ്യനല്ലേ, എവിടെ മറന്നാലും ആ മറവിയെ നീ മറവിയായി കാണല്ലേ നിന്റെ ദർബാറിലേക്ക് ഞങ്ങൾ കൈനീട്ടി ചോദിക്കുന്ന സർവ്വ ഖൈറുകളിലും ഈ നാട്ടുകാരെയും നീ ചേർക്കണേ അല്ലാഹുവേ. സ്നേഹം മാത്രം തന്നിട്ടുള്ള ഉമ്മമാര്, സഹോദരിമാര്, അല്ലാഹുവേ, ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർ, ദുആ വസിയത്ത് തരുന്ന് പറഞ്ഞവർ, പുണ്യ റമളാൻ വന്നപ്പോൾ ഞങ്ങളുടെ ഉസ്താദുമാർക്ക് ഹദിയ കൊടുത്ത് സന്തോഷിപ്പിക്കുന്നവർ, കിറ്റ് കൊടുക്കുന്നവർ, അല്ലാഹുവേ, എല്ലാവർക്കും നീ ബർക്കത്ത് കൊടുക്കണേ സന്തോഷമുള്ള ആയുസ് കൊടുക്കണേ അല്ലാഹുവേ. റബ്ബേ, റഹ്മാനായ തമ്പുരാനെ, മരുന്ന് ഫലിക്കാത്ത രോഗം തരല്ലേ ചെറുപ്പക്കാരുടെ ആകസ്മിക മരണങ്ങളാണ് കൊറോണയ്ക്ക് ശേഷം. അല്ലാഹുവേ, കഴിഞ്ഞ മജ്‌ലിസിൽ ഞങ്ങൾ ദുആ ചെയ്തു. ഒരു 10-30 വയസ്സ് പ്രായമുള്ള ചെറുപ്പക്കാരന് ഉറക്കത്തിൽ സ്ട്രോക്ക് വന്നു, അതോടൊപ്പം അറ്റാക്ക് വന്നു.
ആ സഹോദരൻ ആസ്റ്ററിൽ തീവ്ര പരിചരണ വിഭാഗത്തിലാണെന്ന് പറഞ്ഞു ദ്വാരുന്നു. ആ ചെറുപ്പക്കാരൻ മരണപ്പെട്ടു. നീ ഷഹീദിന്റെ പദവി നൽകണേ അല്ലാ. അല്ലാഹുവേ, റമളാന്റെ ആനുകൂല്യം ആ ചെറുപ്പക്കാരന്റെ ഖബറിൽ കൊടുക്കണേ അല്ലാ. യൗവനം നിലനിൽക്കെ ഭാര്യ വിധവയാണ്, 2.5 വയസ്സുള്ള ഒരു കുഞ്ഞുണ്ട്. അല്ലാഹുവേ, അവരെ നീ പ്രാപ്തരാക്കണേ അല്ലാ. ഞങ്ങളുടെ നോമ്പ് തുറയിൽ സഹകരിക്കുന്നവർക്ക് ഖൈറ് നൽകണേ അല്ലാ. ബദരീങ്ങളുടെ ആണ്ടിലേക്ക് ഉള്ളവൻ എഴുന്നേറ്റ് നിന്നിട്ട് 1000 രൂപ 50 പേര് പറയുന്നു പറഞ്ഞപ്പോ വേഗം വേഗം പറഞ്ഞവർ ആമീൻ പറയുന്നവരുണ്ട്. അല്ലാഹുവേ റബ്ബേ, അന്ന് നെയ്യത്താക്കിയത് നീ സഫലമാക്കണേ അല്ലാ. റമളാന്റെ പരിഗണന സ്വതക്കകൾക്ക് നീ നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളുടെ എക്സാം നീ ഖൈറിലാക്കണേ അല്ലാ. എത്ര പഠിച്ചാലും ഞങ്ങളുടെ മക്കൾക്ക് ആ പഠനം കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും ഉപകാരം നൽകണേ അല്ലാ. അല്ലാഹുവേ, ഹറാമായ ചാറ്റിങ്ങുകളിലും പ്രണയബന്ധങ്ങളിലും ഞങ്ങളോ മക്കളോ പെടല്ലേ അല്ലാ. വ്യഭിചാരത്തിന്റെ സാധ്യതകൾ സുതാര്യമാകുന്ന കാലമാ, ആരും അതിൽ പെടല്ലേ അല്ലാ. ലഹരി ഉപയോഗത്തിൽ പെടല്ലേ അല്ലാ. അനുസരണയുള്ള മക്കളെ തരണേ അല്ലാ. അതബുള്ള മക്കളെ തരണേ അല്ലാ. മാതാപിതാക്കളുടെ ഹയാത്ത് കാലത്ത് പൊന്നാര മക്കളെ നീ തിരിച്ചു വിളിക്കല്ലേ അല്ലാ. മക്കൾക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാ. അല്ലാഹുവേ, അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. കീമോ ചെയ്യുന്ന ഒരു സഹോദരൻ ഹജ്ജിന്റെ അപേക്ഷയിൽ പ്രതീക്ഷിക്കുന്നു. അല്ലാഹുവേ, ആ വേദനയിലും ആ സഹോദരൻ ഹജ്ജ് നഷ്ടപ്പെടാതെ നീ എല്ലാ നിലക്കുമുള്ള സൗഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഹജ്ജ് ഫർളായവർക്ക് നിർവഹിക്കാതെ മരണം കൊടുക്കല്ലേ അല്ലാ. അല്ലാഹുവേ റബ്ബേ, ഇഴജന്തുവിന്റെ ശല്യത്തെ തൊട്ട് കാക്കണേ അല്ലാ. തൗബ നസീബാക്ക് അല്ലാ. തൗബ നസീബാക്ക് അല്ലാ. നിന്റെ മഹാന്മാരായ മലക്കുകൾ ഹദീറത്തുൽ ഖുദ്സിൽ നിന്നും ഇറങ്ങി വന്ന് ഭൂമിയിലെ നിസ്കാരങ്ങളിൽ പങ്കാളികളാകുമ്പോ അവർ പങ്കെടുത്ത നിസ്കാരം ഞങ്ങൾ നിസ്കരിച്ച നിസ്കാരമാവണം അല്ലാ. അല്ലാഹുവേ, ജീവിതത്തിന്റെ അവസാനത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ഹറാമിലായിരിക്ക മരിപ്പിക്കല്ലേ അല്ലാ. ഹറാമിലായിരിക്ക മരിപ്പിക്കല്ലേ അല്ലാ. മറ്റുള്ളവരോട് ബാധ്യത ഉള്ളപ്പോൾ മരിപ്പിക്കല്ലേ അല്ലാ. മറ്റുള്ളവനെ കൊണ്ട് പൊരുത്തപ്പെടിക്കേണ്ട കാര്യം നിലനിൽക്ക മരിപ്പിക്കല്ലേ അല്ലാ. പൊരുത്തം മുഅ്മിനീങ്ങളുടെ പൊരുത്തം വേണമല്ലാ. ഒരാളോടും ഹക്കും ഇടപാടും ഇല്ലാത്തപ്പോൾ മരണം തരണേ അല്ലാ. അപ്പോൾ ഞങ്ങൾ മരിക്കുമ്പോൾ ഖുർആൻ കേട്ട് കലിമ ചൊല്ലി നിന്റെ ഹബീബിന്റെ പൂവദനം കണ്ട് അവിടത്തേക്ക് ചിരിച്ചു കാണിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് ചിരിച്ചു കാണിച്ച് നല്ല മരണങ്ങൾ കിട്ടുന്ന ഭാഗ്യം തരണേ അല്ലാ. പടച്ച റബ്ബേ, റമളാന്റെ നോമ്പ് ശരീരത്തിന്റെ വയ്യായികകൾ മറന്നുകൊണ്ട് നോമ്പെടുക്കുന്നവർ 89 വയസ്സുള്ള ഒരു ഉമ്മ ഈ അടുത്ത ദിവസം വല്ലാത്ത ഒരു വീഴ്ചയും വീണ്. എന്നിട്ടും റബ്ബേ, ആ ഉമ്മ നോമ്പ് കളഞ്ഞിട്ടില്ല. 89 വയസ്സിലും അവർ നോമ്പ് കളഞ്ഞിട്ടില്ല. പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞ അവരുടെ മകള് കൊല്ലം ജില്ലയിൽ നിന്നും പ്രത്യേകം പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ലണ്ടനിൽ ജോലി ചെയ്യുന്ന അവരുടെ മകളുടെ വിവാഹ സംബന്ധമായ ചെറിയ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ദൂരീകരിച്ചു കൊടുക്കണം. പ്രത്യേകം ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, അത് നീ സലാമത്താക്കണേ അല്ലാ. 93 വയസ്സ് പ്രായമുള്ള ഒരു ഉപ്പ നോമ്പെടുക്കുന്നു. പ്രത്യേകം ദുആരക്കാൻ പറഞ്ഞു. ആഫിയത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ, ബൈപ്പാസ് സർജറി കഴിഞ്ഞ പ്രിയപ്പെട്ട ഭർത്താവ് പകല് കഴിക്കേണ്ട ഗുളികകൾ രാത്രി കഴിച്ചിട്ട് പകല് നോമ്പ് ഒഴിവാക്കിയിട്ടില്ല. ഉസ്താദെ, പ്രത്യേകം ദുആ ചെയ്യാൻ ആഫിയത്ത് കൊടുക്കുക അല്ലാ. ഇന്നലെ ഒരു പ്രിയപ്പെട്ട സഹോദരൻ മിക്കവാറും വലിയ ആശുപത്രിയിലെ താങ്ങാനാവാത്ത വലിയ ചികിത്സയും മരുന്ന് കഴിച്ചാൽ ശരീരം പല്ലി വിറയ്ക്കുന്ന പോലെ വിറയ്ക്കുന്ന അത്ര കണ്ട് ദുർബലമായ ശരീരവും, എന്നിട്ടും ഭാര്യ നോമ്പ് ഒഴിവാക്കിയിട്ടില്ല. പ്രത്യേകം ദ്വാരക്കാൻ പറഞ്ഞു. ആഫിയത്ത് കൊടുക്കുക അല്ലാ. ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ആ സഹോദരിയെ അത്ഭുതപ്പെടുത്തുന്ന ജീവിതം അവരുടെ ഉമ്മ ജീവിച്ചിരുന്നപ്പോൾ 1 വർഷം 50ഉം 60ഉം ഖത്മുൽ ഖുർആൻ തീർത്തിരുന്നു. 1 വർഷം നിരന്തരം ഖുർആൻ ഓതുകയും മക്കളെ പഠിപ്പിക്കുകയും ചെയ്തു. എത്ര വയ്യായികയിലും അമലുകളിൽ കുറവില്ല ഞങ്ങളുടെ സഹോദരിമാർക്ക്. ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ഈ കൂടിയിരുന്ന ആമീൻ പറയുന്നവർ റബ്ബേ, ശരീരത്തിന് പല അസ്വസ്ഥതകളും മറന്നിട്ടാ നോമ്പെടുക്കുന്നത്. അല്ലാഹുവേ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ആഫിയത്ത് കൊടുക്കണേ അല്ലാ. റബ്ബന റഹംഹും കമാ റബ്ബൗനാ സിഗാറാ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ
اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.